السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമായി എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അൽ-ഇർഷാദ് സ്വഹീഹുൽ ഇഅ്തിഖാദ് എന്ന അഖീദ ഗ്രന്ഥം അടിസ്ഥാനമാക്കിയുള്ള വിശ്വാസ പഠന പരമ്പരയിൽ ശിർക്കും ശിർക്കിലേക്കുള്ള വഴികളും എന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 7ാമത്തെ ഇനമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചു അത്തൻജീം, നക്ഷത്ര ഫലം കണക്കാക്കുക, ജ്യോതിഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അത് ശിർക്കിൻ്റെ ഇനങ്ങളിൽ വരുന്നതാണ് എന്ന് പറഞ്ഞു. എന്താണ് തൻജീം എന്ന് വിശദീകരിച്ചു. അതേപോലെ അത് 2 ഇനമുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന്, നക്ഷത്രങ്ങൾ തന്നെയാണ് ഇവിടെ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് വിശ്വസിക്കുക. നക്ഷത്രങ്ങൾ അവിടെ ഉദിച്ചു വരുമ്പോൾ ആ നക്ഷത്രം ഭൂമിയിൽ ചില കാര്യങ്ങളൊക്കെ ഇടപെടുന്നു, അതിനെ സഞ്ചാരം കൊണ്ട് ഇവിടെ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അത് കുഫ്റാണെന്ന കാര്യത്തിൽ തർക്കമില്ല, സംശയമില്ല. കാരണം പടച്ച റബ്ബല്ലാത്തൊരു ഖാലിഖിനെ സ്ഥാപിക്കുന്നതിലൂടെ വരുന്നുണ്ട്. രണ്ടാമത്, അവ പ്രവർത്തിക്കുന്നില്ല, പക്ഷേ അവയുടെ സഞ്ചാരങ്ങളും അവയുടെ ചില സ്ഥാനമാനങ്ങളുമൊക്കെ അത് ഇവിടെ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള കാരണമാണ് എന്നതിന് തെളിവായി കണക്കാക്കുക. ഒരു നക്ഷത്രം ഉദിച്ചാൽ ഭൂമിയിൽ ഇങ്ങനെ സംഭവിക്കും, ആ നക്ഷത്രം അസ്തമിച്ചാൽ ഇവിടെ എങ്ങനെ സംഭവിക്കും, 2 നക്ഷത്രം ഒന്നിച്ചടുത്ത് വന്നാൽ അത് ചില കാര്യങ്ങളുടെ സൂചനയാണ്. ഇങ്ങനെയൊക്കെയുള്ള കണക്കാക്കലുകൾ അതും ഹറാമാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതിൽ മറഞ്ഞ കാര്യം അറിയുക എന്നത് റബ്ബിനെ മാത്രം അവകാശപ്പെട്ടത് അത് ഇയാൾക്ക് കൂടി ഉണ്ട് എന്നൊരു വാദം അതിലൂടെ ഈ മനുഷ്യൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് സിഹറിൻ്റെ ഇനമാണ്. ഹദീസ് വന്നു, സിഹർ നജ്മിൽ നിന്ന് ഒരു ഭാഗമെടുത്താൽ അവൻ സിഹറിൽ നിന്നൊരു ഭാഗം എടുത്തിരിക്കുന്നു, ഇത് വർദ്ധിക്കുന്നതനുസരിച്ച് മറ്റത് വർദ്ധിക്കുകയും ചെയ്യും എന്ന ഹദീസ് ഇമാം അബൂ ദാവൂദ് മറ്റും ഉദ്ധരിച്ചത് നമ്മൾ പറഞ്ഞു. വസ്സിഹ്റു മുഹറമുൻ ബിൽ കിതാബി വസുന്നത്തി വൽ ഇജ്മാഇ. അല്ല വായിക്കാള് വസ്സിഹ്റു മുഹറമുൻ, അതാണോ? ഇത് വായിച്ചോ? ഓക്കെ. അപ്പോൾ സിഹ്ർ ഹറാമാണ്, കിതാബ് കൊണ്ടും സുന്നത്ത് കൊണ്ടും ഇജ്മാഅ് കൊണ്ടും ഹറാമാണ്, സ്ഥിരപ്പെട്ട കാര്യമാണ്. കാരണം അത് ഇദ്ദിഅഉ ഇൽമിൽ ഗൈബ്, അദൃശ്യജ്ഞാനം അറിയുമെന്ന വാദം അതിലൂടെ വന്നു ചേരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഖാദിൽ ഖത്താബി, ഇമാം ഖത്താബി പറഞ്ഞിരിക്കുന്നു, ഇൽമുൻ നുജൂമിൽ മൻഹിയു അൻഹു ഹുവ മാ യദ്ദഈഹി അഹ്ലു തൻജീമി മിൻ ഇൽമിൽ കവാഇനി വൽ ഹവാദിസി അല്ലത്തി സതഖഉ ഫീ മുസ്തഖ്ബിലി സമാൻ. ഇൽമുൻ നുജൂം, നക്ഷത്ര ജ്ഞാനം, നക്ഷത്ര ശാസ്ത്രം എന്നത് അൽ മൻഹിയു അൻഹു, വിലക്കപ്പെട്ട ഇൽമുൻ നുജൂം, അനുവദിക്കപ്പെട്ട ഇൽമുൻ നുജൂം ആളെയുണ്ട്. ദിശ നോക്കാനും വഴിയറിയാനും ഒക്കെ വേണ്ടി നക്ഷത്രത്തെ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. കപ്പൽ യാത്രക്കാർ അതേപോലുള്ള ദിശ അറിയാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി പെട്ടാലൊക്കെ നക്ഷത്രം നോക്കി ആ നക്ഷത്രം ഇന്ന ദിശയിലാണ് ഉദിക്കുക എന്ന് അറിയുന്ന ആളുകൾക്ക് ആ നക്ഷത്രം കണ്ടാൽ മനസ്സിലാകും, ഇന്നതാണ് കിഴക്ക്, ഇന്നതാണ് പടിഞ്ഞാറ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് ഹലാലായ കാര്യമാണ്. ശേഷം പറയുന്നത് വിലക്കപ്പെട്ട ഇൽമുൻ നുജൂം എന്നത് ഹുവ അത് മാ യദ്ദഈഹി അഹ്ലു തൻജീമി, ഇത്തരം തൻജീമിൻ്റെ ആളുകൾ, ജ്യോതിഷത്തിൻ്റെ ആളുകൾ വാദിക്കുന്നതാണ്. മിൻ ഇൽമിൽ കവാഇനി വൽ ഹവാദിസി,
പ്രാപഞ്ചികമായ കാര്യങ്ങൾ, സംഭവങ്ങൾ, അല്ലത്തി സത്തഖഉ ഫീ മുസ്തഖ്ബിലി സമാൻ, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും നക്ഷത്രം കണക്കാക്കിയിട്ട് പറയുക എന്നതാണ് വിലക്കപ്പെട്ടത്. ഔഖാത്തു ഹുയൂബി റിയാഹി, കാറ്റടിക്കുന്ന സമയം പറയുക. നക്ഷത്രം വന്നു, ഇനി ഇത്ര മണിക്കൂറിനുള്ളിൽ ശക്തമായ കൊടുങ്കാറ്റുണ്ടാകും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും എന്നൊക്കെ പറയുക. ഒ മജീഇൽ മത്വരി, മഴയുടെ വരവ് പറയുക. ഒ തഗയ്യുരിൽ അസ്ആരി, വിലകൾക്ക് മാറ്റം വരും, വില കൂടും എന്ന് പറയുക. അതൊക്കെ ആളുകൾ പറയലുണ്ട്. ഇന്ന നക്ഷത്രം വന്നാൽ പിന്നെ മൊത്തത്തിൽ ഇവിടെ വില കൂടും, അല്ലെങ്കിൽ വില ഇടിയും എന്നൊക്കെ പറയാറുണ്ട്. ഒമാ ഫീ മഅനാഹ, ഈ ആശയത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ മിനൽ ഉമൂരില്ലത്തി യസ്ഉമൂന, അവർ വാദിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ, അന്നഹാ തുദ്റകു മഅരിഫതുഹാ ബിസൈരിൽ കവാകിബി ഫീ മജാരിഹാ, നക്ഷത്രങ്ങൾ അതിൻ്റെ സഞ്ചാരപഥത്തിലൂടെ സഞ്ചരിക്കുന്നതിലൂടെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുവഴി ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നാണ് അവർ വാദിക്കുന്നത്. വജിത്തിമാഇഹാ വഫ്തിറാഖിഹാ, ചില നക്ഷത്രങ്ങൾ സംഗമിച്ചാലും ചില നക്ഷത്രങ്ങൾ വേർപിരിഞ്ഞാലും അതുവഴി ഇവിടെ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങൾക്കുമുള്ള അടയാളമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ചില അടയാളങ്ങൾ, ഒരു പൂച്ച കൊണ്ട് ചാടിയാൽ അപ്പുറം പോയിട്ട് അപകടമുണ്ടാകും എന്നതിൻ്റെ ഒരു അടയാളമായി കണക്കാക്കുന്ന ആളുകൾ എന്നതുപോലെ ഭൂമിയിൽ നാളെയും മറ്റന്നാളും അടുത്ത ആഴ്ചയും അടുത്ത മാസവുമൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ അടയാളമായിട്ട് ഇതിനെ അവർ നിശ്ചയിക്കുന്നു. യദ്ദഊന, അവർ വാദിക്കുന്നു, അന്നലഹാ തഅ്സീറൻ ഫി സുഫ്ലിയാത്ത്, ഈ ഭൂമി ലോകത്ത് ഈ നക്ഷത്രങ്ങൾക്ക് ചില സ്വാധീനങ്ങളുണ്ട്. സുഫ്ലിയാത്ത് ഭൂമി ലോകത്തെ മൊത്തത്തിലാണ് സുഫ്ലിയാത്ത് അറിയാം. ഉൽവിയാത്തും സുഫ്ലിയാത്ത് എന്ന് പറയും. ഉൽവിയാത്ത് ആകാശലോകത്തുള്ള കാര്യങ്ങൾ, നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ അടക്കമുള്ള ഗോളങ്ങൾക്കെല്ലാമാണ് ഒന്നിച്ച് ഉൽവിയാത്ത് എന്ന് പറയുക. സുഫ്ലിയാത്ത് ഭൂമിയുമായി ബന്ധപ്പെട്ട മറ്റു ജീവജാലങ്ങൾ. അപ്പം ഈ ഉൽവിയാത്തിന് സുഫ്ലിയാത്തിൽ ചില സ്വാധീനങ്ങളുണ്ട് എന്ന വാദമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. ഇതാണ് ജ്യോതിഷത്തിൻ്റെ ബേസ്. വഹാദ മിൻഹും തഹക്കുമുൻ അലൽ ഗൈബി, യഥാർത്ഥത്തിൽ ഇത് അദൃശ്യകാര്യം മതിച്ചുണ്ടാക്കി പറയലാണവർ. അല്ലാഹു തആലക്ക് മാത്രമുള്ള ഇൽമ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലുമാണ്. യഥാർത്ഥത്തിൽ അല്ലാഹുക്കല്ലാതെ മറഞ്ഞ കാര്യം അറിയുകയില്ല. അപ്പൊ റബ്ബിന് മാത്രം അറിയുന്ന ഇൽമുൽ ഗൈബ്, അത് കൊടുക്കലും വാങ്ങലുമാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ കൊടുക്കലും വാങ്ങും ചെയ്യുന്നുണ്ടോ? ഇല്ല. അവൻ്റെ ചില നിഗമനങ്ങളും അവൻ്റെ ചില ധാരണകളും മാത്രമാണ്. അത് ഓനങ്ങനെ പഠിച്ചതാണ്. ഇന്ന നക്ഷത്രം ഇന്നോടത്ത് വന്നാൽ ഇന്നതുണ്ടാവുന്നു, ഓനാരോ പഠിപ്പിച്ചു, അത് പഠിച്ചു എന്നല്ലാതെ ആ നക്ഷത്രം വന്നതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, അത് ഒന്നിനിട്ട് അറിയിക്കുന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ തന്നെ രണ്ടുമില്ല, സബവുമല്ല ദലീലുമല്ല, രണ്ടാളെ വരിക. ഒന്ന് ദലീലാവുക, നക്ഷത്രം വന്നതുകൊണ്ടല്ല കാര്യം ഉണ്ടാകുന്നത്, ഇവിടെ കാര്യം ഉണ്ടാകാൻ പോകുന്നു എന്നതിന് ദലീലായിക്കൊണ്ട് അതിനെ കണക്കാക്കുക. ആ നക്ഷത്രം ഉദിച്ചത് ഭൂമിയിൽ വലിയ കുഴപ്പമുണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ അടയാളമാണ് എന്ന് പറയുക, അതുമില്ല. രണ്ട്, ആ നക്ഷത്രം ഉദിച്ചത് കൊണ്ട് ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് പറയുക, സബബാക്കുക. ഇല്ല, അങ്ങനെ സബബ് നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ സബബ് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല. അപ്പം അല്ലാഹ് സബബ് ആക്കിയിട്ടില്ലാത്ത ഒന്നിനെ ഇവൻ വെറുതെ സബബായിട്ടാണ് കണക്കാക്കുകയാണ്. എന്നിട്ട് പിന്നെ വെറുതെ അസുഖം ഉണ്ടായി വന്നാലോ എൻ്റെ അമ്മാൻ്റെ പേര് വാപ്പാൻ്റെ പേര് ജനത്തിലൊക്കെ ചോദിക്കും. അത് ചോദിച്ച് കണക്കൂട്ടിക്കാണ്ട് അന്ന് ഇന്ന നക്ഷത്രമാണ്, അതാണ് പ്രശ്നം, ഇനി ചെയ്യാനുള്ള പ്രതിവിധി ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇവന് അസുഖം ഉണ്ടായതും ആ നക്ഷത്രം നമ്മൾ യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഇവൻ വാദിക്കാണ്, ഓനതൊക്കെ അറിയാം, അതിന് പ്രതിവിധി ഒന്ന് നിർദ്ദേശിച്ചു കൊടുക്കാം, അതൊന്നും ചെയ്തു കൊടുക്കുക. അങ്ങനെ ഓനെ ചിലപ്പോൾ യാദൃശ്ചികമായിട്ട് സുഖമായി തോന്നും ചെയ്യപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പടച്ചറപ്പിന് മാത്രമുള്ള ഇൽമുൽ ഗൈബ് എന്നത് തനിക്കുമുണ്ട് എന്ന് അവകാശപ്പെടലും അതിൻ്റെ കൈമാറ്റവുമാണ് ഇവിടെ അവൻ അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിലോ ഒരു ഇൽമുൽ ഗൈബും ഇല്ല, ഓൻ അങ്ങോട്ട് കൊടുക്കുന്നുമില്ല, വെറും തട്ടിപ്പും അല്ലെങ്കിൽ ഓൻ്റെ ഊഹാപോഹങ്ങളും മാത്രമാണ് ഇതിലുള്ളത്. ഖാലൽ ബുഖാരി ഫീ സ്വഹീഹിഹി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ പറയുന്നു. ഖാല ഖത്താദ, ഇമാം ഖത്താദ പറഞ്ഞിരിക്കുന്നു, താബിഈയാണ് ഇമാം ഖത്താദ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഖലഖല്ലാഹു ഹാദിഹി നുജൂമ ലിസലാസിൻ, മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു തആല നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത്. സീനത്തൽ ലിസ്സമാ, ഒന്ന് ആകാശത്തിനൊരു അലങ്കാരമാണ്, അത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു ആകാശത്തെ, ഒന്നാം ആകാശത്തെ അല്ലാഹു നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചു എന്ന് പറഞ്ഞു. വറുജൂമൻ ലിശയാത്തീൻ, പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ളതുമാകുന്നു, അതും അല്ലാഹു ഖുർആനിൽ പറഞ്ഞു.
എന്നുള്ള പറഞ്ഞു. മൂന്നാമത് അടയാളങ്ങളാണ് യുഹ്തദാ ബിഹ, അതുവഴി ദിശ മനസ്സിലാക്കാവുന്ന അടയാളങ്ങളാണ്. അതും ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. പഴയ കാലത്ത് പ്രത്യേകിച്ചും കപ്പൽ യാത്രക്കാരൊക്കെ നക്ഷത്രം കണക്കാക്കിയിട്ടാണ് അവർ ദിശ മനസ്സിലാക്കുന്നത്. ഇപ്പം കടലിലൊക്കെ പോയി പെടും. ഈ പായക്കപ്പലൊക്കെ കടലിൽ കാറ്റിലൊക്കെ പെട്ട് ആകെ ഉഴന്നു കഴിഞ്ഞാൽ പിന്നെ ദിശ പോലും അറിയില്ല. ഇനി എവിടുന്നാ വന്നത്, എങ്ങോട്ടാ പോവുക, മരുഭൂമി പോയി പെട്ടതും അങ്ങനെ തന്നെ ഇരിക്കും. മരുഭൂമി പോയി പെട്ടാൽ ഇനി എങ്ങോട്ടാ പോവുക, ഏത് വഴിക്കാ വന്നത്, എവിടുന്നാ പോയത്, ഒരു പിടുത്തുണ്ടാവില്ല. ഇങ്ങനെ ഉഴലുന്ന ആളുകൾ പിന്നെ അവസാനം ദിശ കണക്കാക്കാൻ പലപ്പോഴും നിശ്ചയിക്കുക. ഇപ്പം പകലാണെങ്കിൽ സൂര്യനെ നോക്കാം, അതേപോലെ ചന്ദ്രൻ ഉണ്ടെങ്കിൽ ചന്ദ്രനെ നോക്കാം, അല്ലെങ്കിൽ ചില നക്ഷത്രങ്ങൾ നോക്കാം. അതൊക്കെ നോക്കിയിടാ ഇന്നതാണ് ദിശ. അപ്പം നമ്മൾ വന്നത് കഴിക്കുന്നതാണ്, ഇതാണ് പടിഞ്ഞാറ്, അപ്പം ഇങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള അടയാളങ്ങളായി ഹജ്ജ് യാത്രക്ക് ഇതിലൊക്കെ അന്നത്തെ കാലത്ത് നക്ഷത്രത്തെ അടയാളമാക്കി കണക്കാക്കലുണ്ട്. അതാണ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു. ഇത് മൂന്നിനുമാണ് അള്ളാഹു തആല നക്ഷത്രം സൃഷ്ടിച്ചത്. അതാണ് അള്ളാഹ് പറഞ്ഞത്. അല്ലാത്തുണ്ടോ നമുക്കറിയില്ലല്ലോ. ഈ മൂന്നും അള്ളാഹ് പഠിപ്പിച്ചത് ഖുർആനിലൂടെ. അതല്ലാത്ത മറ്റു വല്ല വ്യാഖ്യാനവും വല്ലവനും കൊണ്ടുവന്നാൽ അവൻ ചെയ്ത അബദ്ധമാകുന്നു. തന്റെ വിഹിതം പാഴാക്കിയവനാകുന്നു. അവനറിയാത്ത കാര്യത്തിൽ അവൻ തകല്ലുഫ് കൃത്രിമത്വം കാണിച്ചവനുമാകുന്നു. അല്ലാഹ് പറഞ്ഞ ഈ മൂന്നുമാണ്. അതിനപ്പുറത്ത് ഒരുത്തൻ പറഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ അത് ഓൻ പറഞ്ഞുണ്ടാക്കുകയാണ്. ഓനാ ചെയ്തത് അബദ്ധമാണ്, അവൻ സമയം പാഴാക്കലാണ്, അവൻ അറിവില്ലാത്ത കാര്യം അവൻ കരുതിക്കൂട്ടി ചെയ്തതുമാകുന്നു എന്ന് ഇമാം ഖത്താദ റഹിമഹുല്ലാ പറഞ്ഞിരിക്കുന്നുവെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇൻതഹ, ഇമാം ഖത്താബിയുടെ വചനം അവസാനിച്ചു അർത്ഥം. وأخرج الخطيب عنه أنه قال وأخرج الخطيب خطيب البغدادي الخطيب البغداديയാണ് അറിയപ്പെട്ട വലിയ അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ് ഖതീബുൽ ബഗ്ദാദി. ഒരുപാട് കിതാബ് എഴുതിയ മനുഷ്യനാണ്. താരീഖ് ബഗ്ദാദ് എന്ന പേരിൽ വലിയ ബൃഹത്തായ ഗ്രന്ഥങ്ങളടക്കം അദ്ദേഹത്തിന് ഉണ്ട്. വഅഖ്റജൽ ഖതീബു അൻഹു, ഈ ഖതാദയിൽ നിന്ന് ഇമാം ഖതീബുൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അന്നഹു ഖാല, അദ്ദേഹം പറഞ്ഞുവെന്ന്, വഇന്ന ഉനാസൻ ജഹലതൻ, ജാഹിലീങ്ങളായ ചില ആളുകൾ, ബി അംരില്ലാ, അള്ളാഹിന്റെ കാര്യങ്ങളെപ്പറ്റി അറിവില്ലാത്ത ചില ജാഹിലുകൾ, ഖദ് അഹ്ദസു ഫീ ഹാദിഹി നുജൂമി കഹാനതൻ, ഈ നക്ഷത്രങ്ങളിൽ ചില ജ്യോത്സ്യപ്പണി കൂടി അവരെ വക ചേർത്തിരിക്കുന്നു, പുതുതായി ഉണ്ടാക്കിയിരിക്കുന്നു. അള്ളാഹിന്റെ കാര്യത്തിൽ ഒരിക്കലും ഇൽമില്ല. ദുനിയാവിന്റെ കാര്യം ചിലപ്പോൾ അറിവുണ്ടാവാം, ഭാഷ അറിഞ്ഞിരിക്കാം, മറ്റു പലതും അറിഞ്ഞിരിക്കാം. പക്ഷെ പടച്ച റബ്ബിന്റെ കാര്യങ്ങളിൽ ഒരു ഇൽമുമില്ലാത്ത ആളുകൾ, അവരാണ് ഈ ജ്യോതിഷം എന്നത് കൊണ്ടുവന്നിരിക്കുന്നത്. മൻ അഅ്റസ ബിനജ്മി കദാ വകദാ കാന കദാ വകദാ, അവർ പറയും മൻ അഅ്റസ, വല്ലവനും വിവാഹം കഴിച്ചാൽ ബിനജ്മി കദാ വകദാ, ഇന്ന നക്ഷത്രം ഉണ്ടാകുമ്പോൾ വിവാഹം കഴിച്ചാൽ കാന കദാ വകദാ, ഇന്നതൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കും. വമൻ സാഫറ ബിനജ്മി കദാ വകദാ കാന കദാ വകദാ, ഇന്ന നക്ഷത്രം ഉണ്ടാകുമ്പോൾ യാത്ര പോയാൽ അതിങ്ങനെയാകും, അത് ഉപകാരപ്പെടും, അല്ലെങ്കിൽ അത് ലക്ഷ്യം കാണുകയില്ല എന്നൊക്കെ അവർ പറയും. അപ്പം യാത്ര പോകാൻ, പുതിയ വീട് താമസമാക്കാൻ, വിവാഹം കഴിക്കാൻ, പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഒക്കെയുള്ള നാളും നക്ഷത്രമൊക്കെ നിശ്ചയിച്ചു കൊടുക്കുക. ഇന്ന ദിവസമാണ് നല്ലത്, ഇന്ന സമയമാണ് നല്ലത്, ആ സമയത്ത് ബിസിനസ് തുടങ്ങിയാൽ അത് വലിയ മെച്ചം കിട്ടും, ഈ സമയത്ത് ബിസിനസ് തുടങ്ങിയാൽ അത് ഒന്നും ഉണ്ടാവില്ല, പൊളിഞ്ഞു പോകും. ഇങ്ങനെ തുടങ്ങി പലതും പറഞ്ഞു കൊടുക്കുന്നവർ. വല അംരി, എൻ്റെ ആയുസ്സാണ് സത്യം, മാ മിൻ നജ്മിൻ ഇല്ലാ യൂലദു ബിഹിൽ അഹ്മറു വൽ അസ്വദു വത്വീലു വൽ ഖസീറു വൽ ഹസനു വല്ലമീം, ഏത് നക്ഷത്രം വരുമ്പോഴും നല്ലോണം ചീത്തയാനും നീളോനും കുറുതായാലും എല്ലാം അവിടെ ജനിക്കുന്നുണ്ട്. വല അംരി എന്നാണ്. അത് പഴയ കാലത്താണ്, ജാഹിലിയ്യ കാലത്ത് വ്യാപകമായിരുന്നു. നബിതങ്ങൾ വരുന്നതിന് മുമ്പ് വ്യാപകമായിരുന്നത്, എന്തിനും ഏതിനും നക്ഷത്രം നോക്കിയുള്ള ചെയ്യാറുള്ളൂ. അത് തഞ്ചയും വലിയ അറിയപ്പെട്ട വലിയ അഗ്രഗണന ആളുകൾക്ക് അന്നുണ്ടായിരുന്നു ഈ വിഷയത്തിൽ മാത്രം. അന്ന് ഓരോ കുടുംബത്തിലും ഓരോരോ കാഹിന്യങ്ങൾ ഉണ്ടാവും. ഓരോ പേടിച്ചുകൊണ്ടാണ് മറ്റൊരു ജീവിക്കുന്നത് തന്നെ. ആ കുടുംബം എന്ത് ചെയ്യണമെങ്കിലും ഓരോ പെർമിഷൻ കിട്ടണം. ഒരു പ്രധാനപ്പെട്ട ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അവരോട് ചോദിച്ച് ഓര് അതിൻ്റെ എല്ലാ
പണി ഒപ്പിച്ചിട്ട് അവർ പറയും ആ സമയം പറ്റൂല. ഒല അം ചെയ്ത പ്രയോഗം, എൻ്റെ ആയുസ്സാണ് സത്യം, അതൊരു പ്രയോഗമാണ്, സത്യോദ്ദേശം കൊണ്ടല്ല. അത് സാധാരണ അറബികളുടെ ഒരു ശൈലിയാണ്, ഒരു പ്രയോഗമാണത്. അതെ, എന്നതുപോലെ ശൈത്താനിയത്താണ്, സിഹിറിൻ്റെ ഒരു ഭാഗമാണതൊക്കെ. അപ്പം അതുകൊണ്ട് ഏത് നക്ഷത്രം ഉദിക്കുമ്പോഴും പല ജാതി മനുഷ്യന്മാർ ജനിക്കുന്നുണ്ട്. അതിൽ കറുത്തോനുണ്ട്, വെളുത്തോനുണ്ട്, നീളമുള്ളതുണ്ട്, നീളമില്ലാത്തവനുണ്ട്, നല്ലോനുണ്ട്, ചീത്തവനൊക്കെ ഉണ്ട്. അത് നക്ഷത്രം നോക്കിയിട്ടല്ല. അല്ലെങ്കിൽ ഇപ്പം ഇന്ന നക്ഷത്രം ജനിച്ചാൽ നല്ലതാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ജനിച്ച എല്ലാവരും നന്നാവണ്ടേ? ആ സമയത്ത് ലോകത്ത് എവിടെയെല്ലാം എത്രായിരം മനുഷ്യന്മാർ ജനിക്കുന്നു, ഓരൊക്കെ നല്ലതാവുമോ? അത് പലതുണ്ടാകും. ഏത് നക്ഷത്രം ഉദിക്കുമ്പോഴും ഉണ്ട് ഇതെല്ലാം, ഏത് സമയത്തും എല്ലാം സംഭവിക്കുന്നുണ്ട്. ഈ നക്ഷത്രത്തെ പറ്റിയുള്ള ഈ ഇൽമും ഈ മൃഗം, ഈ പക്ഷി, ഇതുമായി ബന്ധപ്പെട്ട ഈ ഇൽമുകളൊന്നും അതൊന്നും ഒന്നുമല്ല. അത് വൈബിയായ ഒന്നുമല്ല. അങ്ങനെ ഒരു വൈബോനും അറിയില്ല. ഓ വെറുതെ ഊഹം വെച്ച് പോലെയാണ്. ആ പക്ഷി വരുമ്പോൾ ഇത് ഖൈറാണ്, ഈ പക്ഷി കുറുകിയാൽ അത് ഷർറാണ്, മറ്റേ മൃഗാണ് ചാടിയത് നല്ലതാണ്. ഇത് ഓന് ചുക്കും അറിയാന്ന്, ഓന് ഇൽമുൽ വൈബില ഒന്നും ഓനെ വെക്കുന്നില്ല. കേവലം വെറുതെ ഉണ്ടാക്കി. അങ്ങനെ വല്ലവനും വൈബ് അറിയുമായിരുന്നുവെങ്കിൽ ലഅലിമഹു ആദം അലൈഹിസ്സലാം, ആദം നബിക്ക് അറിയേണ്ടിയിരുന്നു. കാരണം അല്ലദീ ഖലഖഹുല്ലാഹു ബിയദിഹി, ആദം നബി അല്ലാഹു തആല തന്റെ കൈ കൊണ്ട് സൃഷ്ടിച്ചതാണ്. വഅസ്ജദ ലഹു മലായികതഹു, മലക്കുകളെ സുജൂദ് ചെയ്യിച്ചതാണ്. വഅല്ലമഹു അസ്മാഅ കുല്ലി ഷൈഇൻ, എല്ലാ പേരുകളെയും അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തതാണ്. ആ ആദം നബിക്ക് വൈബ് അറിയില്ല, പിന്നെ ലബ്ബന അറിയാന്ന്. എല്ലാം അല്ലമ ആദം അസ്മാഅ കുല്ലഹാന്നല്ലോ. ഈ ഇസ്മുകളെല്ലാം പഠിപ്പിച്ചു കൊടുത്ത ആദം നബിക്ക് അറിയാത്തൊരു വൈബ് എങ്ങനെ ഇതൊന്നുമില്ലാതെ ഒരുത്തരെ വന്നിട്ട് ഉണ്ടാവുക? അതൊന്നുമില്ല എന്ന് ഇമാം ഖത്താദ പറഞ്ഞുവെന്ന് ഖതീബ് ബഗ്ദാദി റഹിമഹുല്ലാ ഉദ്ധരിച്ചിരിക്കുന്നു. യെസ്, യെസ്. Black magic. This is black magic. Musaddiqun bis-sihr. Yes. Not believe. Musaddiqun bis-sihr. Yes, musaddiqun bis-sihr. هذا هو hadith. This is the word. No. Musaddiqun bis-sihr. Saddaqa yusaddiqu ma'ana means who says it is truth. Not believe. No. This is the hadith reported by Imam Ahmad fi Musnadih. Yes. പറഞ്ഞോക്കി. അതായത് മുസദ്ദിഖും ബി സിഹിർ എന്ന് പറഞ്ഞാൽ സിഹിറിനെ സത്യപ്പെടുത്തുന്നതെന്നാണ്. സിഹിർ ഉണ്ടെന്ന് വിശ്വസിക്കലോ സിഹിറിനൊന്നും ചെയ്യാൻ പറ്റുന്ന വിശ്വസിക്കലോ അല്ല. സിഹിർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ചെയ്യിക്കാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ സാഹിറിന് പ്രത്യേകമായ അപ്രമാദിത്വമുണ്ട് എന്ന വിശ്വാസമാണ് മുസദ്ദിഖും ബി സിഹിർ. കാരണം ഇമാം അഹ്മദാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്. മുസദ്ദിഖും ബി സിഹിർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന ഹദീസ് റിവായത്ത് ഇത് ഇമാം അഹ്മദാണ്. അതേ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തു നബിക്ക് ജൂതന്മാർ സിഹിർ ചെയ്തെന്നും അതിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്ന ഹദീസ് ഇമാം അഹ്മദ് തന്നെ റിപ്പോർട്ട് ചെയ്തു. അപ്പം ഈ മുസദ്ദിഖും ബി സിഹിർ അല്ലാതെ സിഹിറിന് എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെന്നോ അല്ലെങ്കിൽ സിഹിർ ചെയ്താൽ വലിയ സംഭവിക്കുമെന്ന് വിശ്വസിക്കുക, അത് തഹ്സീറാണ്. അത് സിഹിർ തഹ്സീറാണ്. പക്ഷെ സിഹിർ സത്യമാണ്, ചെയ്യാവുന്നതാണ്, ചെയ്യിക്കാവുന്നതാണ് എന്നൊരു അംഗീകരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സാഹിറിന് എന്തെങ്കിലും പ്രത്യേകമായ ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് മുസദ്ദിഖും ബി സിഹിർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ അണ്ടർസ്റ്റുഡ്?
The sihr is allowed. If you believe the sihr is allowed, it is the meaning of hadith. Musaddiqun bis-sihr. Okay, inshallah. Jazakallahu khair. അഖൂലു, ഞാൻ പറയുന്നു, അഥവാ ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ കിതാബ് എഴുതിയ ഇമാം ഖത്താദയുടെ വചനം ഉദ്ധരിച്ചു കഴിഞ്ഞല്ലോ. ശേഷം അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു അനുബന്ധം, ഒമിന ഖുറാഫാത്തിൽ ബാത്തില, ഇതുപോലെ ബാത്തിലായ ഖുറാഫാത്ത് അന്ധവിശ്വാസമാണ്, മാ യുറവ്വിജുഹു അദ്ദജ്ജാലൂന ഫീ ബഅദി സുഹുഫി വൽ മജല്ലാത്തി, ചില ദജ്ജാലീങ്ങൾ പല മാസികകളിലും അതേപോലെ പല പേജുകളുമൊക്കെ അവർ പ്രചരിപ്പിക്കുന്നു. മിൻ ദിക്രി ബുഖ്തി വന്നുഹൂസി വസ്സുഊദി, ചില സൗഭാഗ്യങ്ങൾ, ചില ദുഷ്ടഗുണങ്ങൾ, ഇങ്ങനെയുള്ള പല തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. വയുഅല്ലിഖുന ദാലിക ബിഹിസാബാത്തിൽ ബുറൂജി വന്നുജൂമി, അതിനെ അവർ കണക്ട് ചെയ്യും, ചില രാശികൾ, ചില നക്ഷത്രങ്ങൾ, ഇതുമായൊക്കെ അവർ ഇതിനെ കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. വയുസദ്ദിഖു ബിഹി ബഅദു സദജ്, ചില അല്പന്മാരായ ആളുകൾ അത് ശരിവെച്ചു പോവുകയും ചെയ്യുന്നു. അതും ഇതിൻ്റെ ഭാഗമാകുന്നു എന്ന് ഇദ്ദേഹം അതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പം നെയ്ക്ക് നക്ഷത്രം പറയുണ്ടാവില്ല. നെയ്ക്ക് നക്ഷത്രം പറയാതെ തന്നെ ഈ ദിവസം, ഈ സമയം നല്ലതാണ്, ഈ സമയം മോശമാണ് എന്ന് പറഞ്ഞെടുക്കും. അതിന് ഒരു പക്ഷേ ചില രാശികളുമായോ ചില നക്ഷത്രങ്ങളുമായോ അവർ കണക്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയൊക്കെ പല പത്രങ്ങളിലും പല മാസികയൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. അത് വിശ്വസിക്കാൻ ചില അല്പന്മാരെ കിട്ടുകയും ചെയ്യും. അത് ഖുറാഫാത്താകുന്നു, അത് അന്ധവിശ്വാസമാകുന്നു. ഖാല ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ റഹിമഹുല്ലാ ഫി ഫത്ഹിൽ മജീദ്, അത് രഹസ്യപ്പെട്ടാണ്. അറബിക് ജ്യോതിഷം, ഇസ്ലാമിക മാന്ത്രികം എന്നൊക്കെ ഇപ്പം കണ്ടമാനുണ്ട്. ഒരുപാട് മൂലയന്മാർ ഇപ്പം അത് ചെറിയിക്കണം. അങ്ങനത്തെ കുറേ എന്നാൽ പറഞ്ഞത് അതിന് കോഴ്സ് വരെ ഉണ്ട്. ഇത് പഠിക്കാനും പഠിപ്പിക്കാനുള്ള കോഴ്സ് വരെ ഇപ്പോൾ ഓൺലൈനായും ഓഫ്ലൈനായൊക്കെ കോഴ്സ് വരെ നടത്തുന്നുണ്ട്, ഇങ്ങനത്തെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി. അസ്മാത്തുൽ സമാത്ത് ഒക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ റഹിമഹുല്ലാ പറയുന്നു, മുഹമ്മദ് അബ്ദുൽവഹാബിൻ്റെ പേരക്കുട്ടിയാണ്. അബ്ദുറഹ്മാൻ ഹസൻ മുഹമ്മദ് അബ്ദുൽവഹാബിൻ്റെ പേരക്കുട്ടി. ഫത്ഹുൽ മജീദ്, കിതാബ് തൗഹീദിൻ്റെ ഏറ്റവും വിഖ്യാതമായ വ്യാഖ്യാനമായ ഫത്ഹുൽ മജീദ് എഴുതിയ ആൾ. ആ ഷെയ്ഖിൻ്റെ പേരക്കുട്ടി, നേരെ പേരക്കുട്ടി, അദ്ദേഹമാണ് കിതാബ് തൗഹീദിന് ആദ്യമായി ശർഹ് ചെയ്തത്, ഫത്ഹുൽ മജീദ്. അദ്ദേഹം പറയുന്നു, ഫൈൻ ഖീല അൽ മുനജ്ജിമു ഖദ് യസ്ദുഖു, അല്ല അത് സ്വാഭാവികം എഴുതപ്പെടും. അത് കുറേ ക്ലാസ്സുകളായിരിക്കും, ചിലത് ശർഹ് ചെയ്തിട്ടുണ്ടാവും. കിതാബ് തൗഹീദിൽ വിശദാംശങ്ങളില്ല. അതേ നേരെ ആയത്ത് കൊടുക്കുക, ഹദീസ് കൊടുക്കുക, അതിന് കിട്ടുന്ന അതിൻ്റെ ഒരു ഫവായിദ് മാത്രം പറഞ്ഞു പോവുക, അതേ ഉള്ളൂ. അത് പിന്നീട് വിശദമായിട്ട് തഫ്സീറും മറ്റും ഉദ്ധരിച്ചുകൊണ്ടുള്ള ശർഹകൾ വരും. ധാരാളം ശർഹുണ്ട്, 300ഓളം ശർഹകൾ കിതാബ് തൗഹീദിന് എഴുതപ്പെട്ടിട്ടുണ്ട്, അറബിയിൽ മാത്രം. അപ്പം അതേപോലെ ഫൈൻ ഖീല പറയപ്പെട്ടാൽ അൽ മുനജ്ജിമു ഖദ് യസ്ദുഖു, ഇത്തരം ജ്യോതിഷികളും ചിലപ്പോൾ സത്യം പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കപ്പെട്ടാൽ, ഒരു പറഞ്ഞു ശരിയാകുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ഖീല അതിനുള്ള മറുപടി എന്താ, സിദ്ഖുഹു കസിദ്ഖിൽ കാഹിനി, ജ്യോത്സ്യന്റെ സത്യസന്ധത എന്താണോ അതുപോലെ തന്നെ ഇപ്പം പറയാനുള്ളത്. ജ്യോത്സ്യപ്പറ്റി നബി പറഞ്ഞല്ലോ, 100 കളവ് കൂട്ടിച്ചേർത്തിട്ട് ഒരു സത്യത്തിനൊപ്പം കൂട്ടിക്കൊടുക്കുന്നത്, അതന്നെ പറയാനുള്ളത്. യസ്ദുഖു ഫീ കലിമത്തിൻ, ഒരു വാക്കിൽ സത്യം പാലിക്കും, വയക്ദിബു ഫീ മിഅത്തിൻ, 100 കളവുമായിരിക്കും. ഇതാണ് നമുക്ക് ഓരോ കാര്യത്തിലും പറയാനുള്ളത് എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ റഹിമഹുല്ലാ പറഞ്ഞിരിക്കുന്നു. ഇനി വസിദ്ഖുഹു, ഓനാപ്പറ സത്യമോ, ലൈസ അൻ ഇൽമിൻ, അതിൽ ഒരു മറഞ്ഞ കാര്യം അറിഞ്ഞിട്ട് പറഞ്ഞൊന്നല്ല, ബൽ ഖദ് യുവാഫിഖു ഖദ്റൻ, ചിലപ്പോൾ അത് ഖദറിനോട് യോജിച്ച് വരും. റബ്ബിൻ്റെ ഖദറും ഇവന് പറഞ്ഞതും യാദൃശ്ചികമായി ഒത്തുവന്നു. ഓൻ പറഞ്ഞ സമയത്താണ് അള്ളാഹു അവന് ശിഫ കണക്കാക്കിയതും. അപ്പം ഇവൻ പറഞ്ഞുകൊണ്ട് ഷിഫായിന്ന് മറ്റവൻ വിചാരിച്ചു. ഇവൻ പറഞ്ഞതും ഷിഫയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഷിഫ സ്വാഭാവികമായി ഉണ്ടായതാണ്. ആവാം, അതാവാം, അതുമാവാം, അതിങ്ങനെ ആവാം. ആപേക്ഷികമാണ്. അതെ, അത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമല്ല, ആപേക്ഷികമായ ഗൈബാണ്. അത് അറിയുന്ന ആള് അറിയാത്തൊക്കെ പറഞ്ഞെടുത്തു. അവിടെ ജിന്നിനറിയാം, ഇൻസിനറിയില്ല. അപ്പോൾ അവനറിയുന്ന കാര്യം ഓനെ കുട്ടികളെ ഇൻസിന് അവൻ ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. അത് ഗൈബല്ല, അത് ഹഖീഖിയായ ഗൈബല്ല, അത് ആപേക്ഷികമായ ഗൈബാണ്. ഇതുപോലെ ഇതിങ്ങനെ വായിക്കുമ്പോൾ
ഞാനത് വായിച്ചർത്ഥം വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത്. അതിനിപ്പോൾ എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. ചിലത് എനിക്കൊരത്തുണ്ടാവും. അപ്പം നിങ്ങൾ അറിയുന്ന ആളിലേക്ക് ഞാനത് മടങ്ങും. അത് വൈബറിയാന്നുള്ളതല്ല. ഇത് വായിച്ചർത്ഥം വെച്ചാലോ നിങ്ങൾക്കത് മനസ്സിലായി. ഞാൻ അടുത്ത പേജോ അതെടുക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത് ഇരുമൽ വൈബല്ല, ആപേക്ഷികമാണത്. എന്നതുപോലെയാണ് അതൊക്കെ. മനുഷ്യറിയാത്തത് മറ്റൊരാൾക്ക് അറിഞ്ഞു, ആ അറിഞ്ഞോന് ഇവനെ പറഞ്ഞു കൊടുത്തു. ഇവൻ കാണാത്തവൻ കണ്ടു, ആ കണ്ടത് ഓനെ ഇവന് കാണിച്ചു കൊടുത്തു. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും ഒയ്ബല്ല. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്വാഭാവികമായി യാദൃശ്ചികമായി ഒത്തുവന്നു. പഠിച്ചോനെ കതിര തരുന്നു. ഓന് ഒരു സ്വർണം കളഞ്ഞു പോയി, അത് കിട്ടാനുള്ള കണക്കാക്കിയിട്ടുണ്ട്, അത് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് ഒരു പിന്നെ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇവന് തങ്ങളെടുത്ത് പോയത്. തങ്ങൾ ഇവന് തെരഞ്ഞോ കിട്ടിക്കോളും തന്നു. ഇവൻ തെരഞ്ഞോ കിട്ടും ചെയ്തു. തങ്ങൾ പറഞ്ഞതുകൊണ്ടല്ല കിട്ടിയത്. കിട്ടാൻ അല്ല കണക്കാക്കിയത് യാദൃശ്ചികമായി ഇയാളെ പർശനുമായി ഒത്തു വന്നു. അപ്പം ഇവൻ വിചാരിച്ചു, ഓ അയാൾ പറഞ്ഞു ഞാൻ തെരഞ്ഞു, അത് കിട്ടി. ഞാൻ അയാൾ തെരണ്ട പറയണമെങ്കിലോ എന്നാലും കിട്ടും. അയാൾ പറഞ്ഞത് കിട്ടൂല എന്ന് പറഞ്ഞാലും ഇത് കിട്ടും. കാരണം കിട്ടാൻ തീരുമാനിച്ചതാണ്. പക്ഷെ യാദൃശ്ചികമായി ഖദറുമായി അത് യോജിച്ചു വന്നതുമാവാം. ഫയകൂന ഫിത്നതൻ ഫി ഹഖ്ഖി മൻ സദ്ദഖഹു. അപ്പോൾ അത് സത്യപ്പെടുത്തിയ മനുഷ്യന്റെ കാര്യത്തിൽ അത് ഫിത്നയായിട്ട് മാറും. ഖദറാണ് സംഭവം, പക്ഷെ ഓനെ സംബന്ധിച്ച ഫിത്നയായി. കാരണം എന്താണ്? ഓന്റെ വിശ്വാസം ഒന്നും കൂടെ ഉറച്ചു. അവിടെ പോയതുകൊണ്ട് ഇത് കിട്ടി. ആ പോയതുകൊണ്ടല്ല, ആ പോയതും ഈ കിട്ടിയതും യാതൊരു ബന്ധവുമില്ല. ഖാല വഖദ് ജാഅത്തിൽ അഹാദീസു അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. ബിഇബ്താലി ഇൽമി തൻജീം, ഈ ജ്യോതിഷ ശാസ്ത്രം ബാത്തിലാണ് എന്ന് സ്ഥാപിക്കുന്ന ഹദീസുകൾ തന്നെ വന്നിട്ടുണ്ട്. ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇഖ്തബസ ശുഅബതൻ മിൻ നുജൂം ഫഖദ് ഇഖ്തബസ ശുഅബതൻ മിൻ അസ്സിഹ്രി സാദ മാ സാദ. കഴിഞ്ഞ ആഴ്ച വന്നു പോയ ഹദീസാണ്. റവാഹു അഹ്മദ് വ അബൂ ദാവൂദ് വ ഇബ്നു മാജ വഅൻ റജാ ഇബ്നു ഹബ്വ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന മിമ്മ അഖാഫു അലാ ഉമ്മത്തി അത്തസ്ദീഖു ബിൻ നുജൂം. എൻ്റെ ഉമ്മത്തിന് ഞാൻ പേടിക്കുന്നതിൽ ഏറ്റവും പേടിക്കുന്ന കാര്യമാണ് അത്തസ്ദീഖു ബിൻ നുജൂം, നക്ഷത്രങ്ങളെ സത്യപ്പെടുത്തുക. വത്തക്ദീബു ബിൽ ഖദർ, ഖദറിനെ കളവാക്കുക. വ ഹൈഫുൽ അഇമ്മ, ഭരണകർത്താക്കളുടെ വ്യതിയാനങ്ങൾ. ഇതാണ് ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് എന്ന് റവാഹു അബ്ദു ബിൻ ഹുമൈദ്. അടുത്ത പറഞ്ഞ അതേ വാക്കാണ് തസ്ദീഖും ബിൻ നുജൂം, നക്ഷത്രത്തെ സത്യപ്പെടുത്തുക. അതായത് നക്ഷത്രം ഉണ്ട് വിശ്വസിക്കുന്നില്ലല്ലോ. തസ്ദീഖും ബിൻ സിഹിർ എന്ന് പറഞ്ഞാൽ അതേ വാക്കാണ് ഇവിടെ തസ്ദീഖും ബിൻ നുജൂം. നക്ഷത്രത്തെ സത്യപ്പെടുത്തൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന കാര്യമാണ്. അത് നക്ഷത്രം ഉണ്ട് എന്നോ നക്ഷത്രം ഉദിക്കുമെന്നോ അസ്തമിക്കുമെന്നോ സത്യപ്പെടുത്തിയാൽ ഈ ഹദീസ് ബാധകമാവോ? ഇല്ല. എന്നാൽ നക്ഷത്രത്തിൽ നിന്ന് ഈ ഇല്ലെന്ന് പറഞ്ഞത് ഉണ്ട് ചോദിച്ചാലോ? അതാണ് ഈ പറഞ്ഞ ഹദീസിൽ വരുന്നത്. വഅമ്മൽ ഇസ്തിദാദ് ബിൻ നുജൂം, എന്നാൽ ഹലാലായത് നക്ഷത്രം കൊണ്ട് തെളിവ് പിടിക്കൽ. ലിമഅരിഫത്തിൽ ഇത്തിജാഹി ഫിൽ അസ്ഫാരി, യാത്രകളിൽ ദിശകൾ അറിയാൻ വേണ്ടി. ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ദിശ അറിയാൻ വേണ്ടി നക്ഷത്രത്തെ തെളിവായി പിടിക്കുക എന്ന് ഫഹാദ ലാ ബഅസ ബിഹി, അത് പ്രശ്നമില്ല. ഓഹോ മിൻ നിഅമത്തില്ലാഹി അസ്സ വജല്ല, അത് റബ്ബിന്റെ നിഅമത്താണ്. ദിശ അറിയാതെ കുടുങ്ങിയ മനുഷ്യന് ദിശ അറിയാൻ അല്ല വെച്ചൊരു അടയാളം, ഒരു നിഅമത്തായി കണക്കാക്കാം. ഹൈസു യഖൂലു സുബ്ഹാനഹു വഹുവ അല്ലദീ ജഅല ലക്കും അൻ-നുജൂമ ലിതഹ്തദൂ ബിഹാ ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ. അല്ലാഹ് പറഞ്ഞു, അല്ലാഹു ആകുന്നു നക്ഷത്രങ്ങളെ സ്ഥാപിച്ചവൻ. ലിതഹ്തദൂ ബിഹാ, നിങ്ങൾക്ക് വഴി അറിയാൻ വേണ്ടി. ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ, കരയിലെയും കടലിലെയും ഇരുട്ടുകളിൽ വഴി മനസ്സിലാക്കാൻ വേണ്ടി നക്ഷത്രങ്ങൾ സ്ഥാപിച്ചവൻ അല്ലാഹു ആകുന്നു എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ എടുത്തു പറഞ്ഞു. ഐ തഅരിഫു ബിഹാ ജിഹത ഖസ്ദിക്കും, നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ദിശ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ. വലൈസൽ മുറാദു അൻ യുഹ്തദാ ബിഹാ ഫിൽ ഗൈബി കമാ യഅതഖിദുൽ മുനജ്ജിമൂൻ, അല്ലാതെ ഗൈബ് അറിയാൻ അത് അടയാളമായി സ്വീകരിക്കുന്നത്. പോലും ഈ ആയത്തെടുക്കുക, ഇത്തരം ആളുകളും ഈ ആയത്തെടുക്കുക, ദിശ അറിയാൻ വേണ്ടി അത് നിശ്ചയിച്ചിരിക്കുന്നു. അപ്പം എല്ലാ ദിശയും അറിയാം എന്ന് ഒരു പറഞ്ഞിട്ട് അതൊക്കെ കൊണ്ടുവരാം. അതല്ല, യാത്രയിൽ നിങ്ങൾക്ക് ദിശ മനസ്സിലാക്കാൻ എന്നുള്ളത് മാത്രമേ അതൊരു ഉദ്ദേശമുള്ളൂ. ഖാദിൽ ഖത്താബി വഅമ്മാ മാ യുസ്തദല്ലു ബിഹി മിൻ നുജൂമി അലാ ജിഹത്തിൽ ഖിബല, ഖിബല ദിശ മനസ്സിലാക്കാൻ വേണ്ടി നക്ഷത്രങ്ങളെ തെളിവായി പിടിക്കൽ. ഫഇന്നഹാ കവാകിബു റസദഹാ അഹ്ദുൽ ഖിബ്റതി മിൻ അഇമ്മത്തി അല്ലദീ ലാ നശുക്കു ഫീ ഇനായത്തിഹിം, അത് ചില നക്ഷത്രങ്ങളാണ്. റസദഹാ അഹ്ദുൽ ഖിബ്റതി മിൻ അഇമ്മ, ഇമാമുമാരിൽ ഈ വിഷയത്തിൽ പരിജ്ഞാനമുള്ള ആളുകൾ അവർ നിരീക്ഷിച്ച് മനസ്സിലാക്കിയതാണ് അതൊക്കെ. അല്ല വെറുതെ ഉണ്ടായതല്ല. അത് ഒരു സാധാരണ ദിശ നോക്കി കിബില നോക്കി
കിബിലയുടെ ഭാഗത്ത് ഉദിക്കുന്ന നക്ഷത്രം നോക്കി അങ്ങനെയാണ് കണക്കാക്കുന്നത്. ഇന്ന നക്ഷത്രം ഇന്ന ഭാഗത്ത് വന്നാൽ അത് കറക്റ്റ് കഅബയുടെ നേരെ ആയിരിക്കും. അത് അവരുടെ പരിജ്ഞാനമാണ്, എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് കാലങ്ങൾ ഇത് നിരീക്ഷിച്ചിട്ട് അവർ മനസ്സിലാക്കിയെടുത്ത അവിടെ അറിവാണത്. അത്തരം പണ്ഡിതന്മാർ ദീനിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ലതാനും. ഈ കാര്യം അവർക്ക് അറിയാമെന്നതിൽ നമുക്ക് സംശയമില്ല. അവരാ പറയുന്ന കാര്യം ശരിയാണെന്ന കാര്യത്തിലും സംശയമില്ല. ഉദാഹരണം പറഞ്ഞാൽ കഅബയുടെ ഭാഗത്ത് ആ നക്ഷത്രം കണ്ടു. പിന്നെ അവിടെ ഇല്ലാത്ത സമയത്തും കണ്ടു. അവ കണ്ടു മനസ്സിലാക്കിയതാണ് ആ നക്ഷത്രം കഅബയുടെ മേലെ ആ ഭാഗത്ത് ഉദിച്ചു വരുന്നത്, പിന്നെ സമയമാകുമ്പോൾ അസ്തമിച്ചു പോകുന്നത്. അപ്പൊ പിന്നെ മറ്റു സ്ഥലത്തും പോയി പെടുമ്പോഴും ആ നക്ഷത്രം കാണുമ്പോൾ ആ ഭാഗത്ത് കഅബയാണ് എന്ന് മനസ്സിലാക്കൽ. ഇത് അന്നത്തെ കാലത്ത് പല സംവിധാനം, ഇന്നിപ്പോൾ അതൊന്നുമല്ല, കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റി വിഷയത്തിലുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നതോ അവർ പറഞ്ഞ് സ്വീകരിച്ചു കൊണ്ടാണ്. ഇതിൽ പരിജ്ഞാനമുള്ള ആളുകൾ അത് കണ്ട് മനസ്സിലാക്കി. ആ ആളുകൾ നമ്മൾ പറയും ഈ നക്ഷത്രം നോക്കിയാൽ മതി, ഞങ്ങളെ പള്ളിനെ കിബില കറക്റ്റാണോ അല്ലേ നോക്കാം. അപ്പോൾ ഓരോ വാക്ക് നമ്മൾ സ്വീകരിക്കുന്നു. കാരണം ഇത് കാരണം അവർ ദീനിന്റെ കാര്യത്തിൽ നമുക്ക് സംശയമുള്ളവരല്ല. ഇത് അറിയുന്ന കാര്യത്തിൽ അവർ വീഴ്ച വരുത്തുന്നവരുമല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് അവിടെ എക്സ്പീരിയൻസ് അടിസ്ഥാനത്തിൽ പറഞ്ഞതാണത്, അല്ലാതെ അത് ഇൽമുൽ ഗൈബല്ല എന്ന് ഇമാം ഖത്താബി പറഞ്ഞിരിക്കുന്നു. വഖാല ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുന്നു, വൽ മഅ്ദൂനു ഫീ തഅല്ലുമിഹി, ഇതിൽ പഠിക്കാൻ അനുവാദമുള്ളത് ഇൽമു തസ്യീരി ലാ ഇൽമു തഅ്സീർ. ഇൽമു തസ്യീർ ആണ്, ഇൽമു തഅ്സീർ അല്ല. അഥവാ ഇതിലെ സഞ്ചാരം, നക്ഷത്രങ്ങളുടെ സഞ്ചാരം പഠിക്കാം. ഏത് നക്ഷത്രമാണ് എവിടെ, ഏത് ഭാഗത്ത് ഉദിക്കുക, ഏത് ദിശയ്ക്ക് നീങ്ങുക, ഏത് സമയത്ത് എവിടെ പോയിട്ട് അസ്തമിക്കുക, ഇത് പഠിക്കാൻ അനുവാദമുണ്ട്. ഏതാ ഇൽമു തഅ്സീർ, അതെ, അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന സ്വാധീനങ്ങൾ അത് പഠിക്കാൻ നമുക്ക് അനുവാദമില്ല, അങ്ങനെ സ്വാധീനം ഇല്ല. ഫഇന്നഹു ഐ ഇൽമു തഅ്സീർ ബാത്തിലുൻ മുഹറമുൻ ഖലീലുഹു വകസീറുഹു. ഈ ജ്യോതിഷം എന്നത് ബാത്തിലാണ്, മുഹറമുൻ ഹറാമാണ്, ഖലീലുഹു വകസീറുഹു, അത് കുറച്ചായാലും ഹറാമാണ്, കൂടുതലായാലും ഹറാമാണ്. വളരെ ഉള്ളിൽ കിടക്കുന്നില്ല, അതിന് ബാലപാഠം പഠിക്കുന്നുള്ളൂ എന്ന് പറയാൻ പറ്റൂല, അതും ഹറാമായ കാര്യം തന്നെയാണ്. വഅമ്മാ ഇൽമു തസ്യീർ ഫയതഅല്ലമു മാ യഹ്താജു ഇലൈഹി ബിഇഹ്തിദാഇ വമഅരിഫത്തി ഖിബ്ലത്തി വത്തുറുഖി വഹുവ ജായിസുൻ ഇൻദൽ ജംഹൂർ. എന്നാൽ നക്ഷത്രങ്ങളുടെ ഈ സഞ്ചാരങ്ങൾ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പഠിക്കാം. ദിശ മനസ്സിലാക്കാൻ, ഖിബ്ല മനസ്സിലാക്കാൻ, വഴി അറിയാൻ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് പഠിക്കാവുന്ന കാര്യമാണ്. അത് ജംഹൂർ ഭൂരിപക്ഷവും അത് അനുവദനീയമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇൻതഹ. വകദാലിക, അപ്രകാരം തന്നെയാണ് തഅല്ലും മനാസിൽ ശംസി വൽ ഖമർ, സൂര്യന്റെയും ചന്ദ്രന്റെയും മനാസിൽ, അതിൻ്റെ ഭ്രമണ മണ്ഡലങ്ങൾ അത് പഠിക്കുക എന്നുള്ളതും. ലിൽ ഇസ്തിദ്ലാൽ ബിദാലിക അലൽ ഖിബ്ലത്തി വഔഖാത്തി സ്വലവാത്തി വൽ ഫുസൂലി വമഅരിഫത്തി സവാൽ, ഖിബ്ല മനസ്സിലാക്കാൻ, നിസ്കാരത്തെ സമയം കണക്കാക്കാൻ, അതേപോലെ പിന്നെ വ്യത്യസ്തമായ കാലങ്ങൾ മനസ്സിലാക്കാൻ, പിന്നെ മഅരിഫത്തു സവാൽ, മധ്യത്തിൽ നിന്ന് സൂര്യൻ തെറ്റുന്ന സമയം എപ്പോഴാണ് എന്ന് കണക്കാക്കാൻ, അതിനുവേണ്ടിയൊക്കെ ഒരാൾക്ക് സൂര്യനെ പറ്റി പഠിക്കാം, സൂര്യൻ സഞ്ചാരം പഠിക്കാം, ദിശകൾ പഠിക്കാം, അതിനുവേണ്ട മാറ്റങ്ങൾ പഠിക്കാം, അതൊന്നും പ്രശ്നമില്ല. ചന്ദ്രനെ പഠിക്കാം, അപ്പോഴാണ് മാസപ്പിറവി മനസ്സിലാക്കാൻ കഴിയുക. അതേപോലെ സൂര്യൻ്റെ ദിശകൾ മനസ്സിലാകുമ്പോഴാണ് നിസ്കാര സമയം കണക്കാക്കാൻ കഴിയുക. അപ്പം നമ്മൾ കലണ്ടറിലൊക്കെ നിസ്കാര സമയം ഒരു കൊല്ലം മുമ്പേ അടിച്ചു വരുന്നു. അതെങ്ങനെ വരുന്നത്? സൂര്യൻ്റെ സഞ്ചാരം കണക്കാക്കിയിട്ടാണ് പറയുന്നത്. അടുത്ത ഡിസംബർ 31 ഇത്ര മണിക്ക് ഉച്ചക്ക് സൂര്യൻ മധ്യത്തിൽ തെറ്റും എന്ന് പഠിച്ചിട്ടാണ് ളുഹർ ബാങ്ക് ഇത്ര സമയത്ത് കൊടുക്കണം എന്ന് എഴുതി വിടുന്നത്. ആ പഠനം ഹറാമാണോ? അല്ല, അത് അനുവദനീയമാണ്. പിന്നെ ജ്യോതിശാസ്ത്രമാണ്. അതെ. ഖാല ഖത്താബി അമ്മാ ഇൽമുൻ നുജൂമി അല്ലദീ യുദ്റകു മിൻ ത്വരീഖിൽ മുശാഹദത്തി വൽ ഖിബരി, എന്നാൽ ഇൽമുൻ നുജൂം, നക്ഷത്ര ശാസ്ത്രം എന്നത്, അല്ലദീ യുദ്റകു മിൻ ത്വരീഖിൽ മുശാഹദ, കാഴ്ചയിലൂടെ മനസ്സിലാകുന്ന കാര്യങ്ങൾ, വൽ ഖിബർ, പരിജ്ഞാനത്തിലൂടെ മനസ്സിലാകുന്ന കാര്യങ്ങൾ, അല്ലദീ യുറഫു ബിഹി സവാലു, അതിലൂടെ അതിൻ്റെ മധ്യത്തിൽ തെറ്റുന്നത് മനസ്സിലാക്കാൻ പറ്റും. വതഅല്ലമു ബിഹി ജിഹത്തുൽ ഖിബ്ല,
ഖിബലയുടെ ഭാഗം മനസ്സിലാക്കാൻ പറ്റും. ഫൈനഹു ഗൈറു ദാഖിലിൻ ഫീമാ നുഹിയ അൻഹു, അതൊന്നും വിലക്കപ്പെട്ടതിൽ ഉൾപ്പെടുന്നതല്ല. വിലക്കപ്പെട്ടത് വേറെ, ഇത് വേറെ. വദാലിക അന്ന മഅരിഫത റസ്ദിൽ ളില്ലി ലൈസ ഷൈഅൻ അക്സറ മിൻ അന്ന ളില്ല മാ ദാമ മുതനാഖിസൻ ഫശംസു ബഅദു സായിദത്തുൻ നഹവ വസ്തി സമായി മിൻ ഉഫഖി ശർഖി. ഒരാൾ നൈൽ നോക്കുക എന്നുള്ളത്, അപ്പോൾ ശരിക്കും ഈ നിസ്കാര സമയം കണക്കാക്കാൻ നൈൽ നോക്കാനുള്ള പഴയ കാലത്ത് ഖത്താബിൻ്റെ കാലത്തൊക്കെ അതുള്ളത്. അപ്പം ഒരു നാട്ട കുത്തിവെച്ചിട്ട് നൈലിങ്ങനെ വലുതാകുന്നുണ്ടോ ചെറുതാകുന്നുണ്ടോ എങ്ങോട്ടാണ് മാറുന്നത് എന്നൊക്കെ നോക്കും. ഈ നോട്ടം എന്നുള്ളത് അത് എന്തേ ഉള്ളൂ, ആ നെയിൽ ചുരുങ്ങി വരുന്തോറും അതിനർത്ഥം സൂര്യൻ കയറിക്കൊണ്ടിരിക്കുന്നു. എങ്ങോട്ട്? വസ്തിസമായി ഉഫഖി ശർഖി, കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ആ സൂര്യൻ മധ്യത്തിലേക്ക് ഇങ്ങനെ നീങ്ങുന്നുവെന്ന അതിനർത്ഥം. കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ വലിയ നൈലുണ്ടാകും. ഒരു നാട്ട കുത്തിച്ചാൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വലിയ നൈലുണ്ടാകും. ഈ നൈലിങ്ങനെ ചുരുങ്ങി 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 വരുമ്പോൾ അതിനർത്ഥം എന്താണ്? സൂര്യൻ മേൽപോട്ട് പോകുന്നുണ്ട്. നേരെ മധ്യത്തിലേക്ക് എത്തുമ്പോൾ നൈലില്ലാതായി മാറും. മധ്യത്തിൽ ദേശം തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നൈല് ആരംഭിക്കും. അപ്പം നൈല് ആരംഭിക്കുമ്പോൾ മനസ്സിലായി സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റി. ഇത് മാത്രമേ അവിടെ ഉള്ളൂ, വേറൊന്നുമില്ല. ആ അറിവ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്, മറ്റൊന്നുമല്ല. ഇനി ആ നൈല് വീണ്ടും കൂടാൻ തുടങ്ങിയാൽ അതിനർത്ഥം ആ മധ്യത്തിൽ നിന്ന് സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് അത് വീണുകൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇതിനർത്ഥം. അത് കണ്ടു മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു ഇൽമാണ്. ഇല്ല അന്ന അഹ്ല ഹാദിഹി സിനാഅത്തി ഖദ് ദബ്ബറൂഹാ ബിമാ ഇത്തഖദൂഹു മിൻ ആലാത്തി അല്ലത്തി യസ്തഗ്നി നാദിറു ഫിഹാ അൻ മുറാഅത്തി മുദ്ദത്തിഹി വമുറാസത്തിഹി. എന്നാൽ ആ രംഗത്ത് കഴിവുള്ള ആളുകൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ചില ഉപകരണങ്ങൾ കൂടി വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. ഇത് 1000 കൊല്ലം മുമ്പേ ഇത് ചടപ്പത്. അന്ന് ദിശ നോക്കാനും ഖിബല മനസ്സിലാക്കാനൊക്കെ ചില സംവിധാനങ്ങൾ അന്ന് നാട്ടക്കുറ്റി വെച്ചിട്ട് നൈല് നോക്കണമെന്നില്ല. അതിന് പകരം ചില ഉപകരണങ്ങളൊക്കെ ഇത് ഇപ്പം ആ രംഗത്ത് അറിവുള്ള ആളുകൾ വികസിപ്പിച്ചിരിക്കുന്നു. അത് മാത്രമേ അതിലുള്ളൂ, അത് വിലക്കപ്പെട്ട ഇൽമല്ല. അല്ല, അത് സമസ്തൻ്റെ സമയവും നമ്മുടെ സമയവും രണ്ടുകൂട്ടം സിസ്റ്റം ഒന്ന് തന്നെയാണ്. രണ്ടും ഇപ്പോൾ അവലംബിക്കുന്നത് ഒരേ സിസ്റ്റം തന്നെയാണ്. പക്ഷെ അത് ഏത് പോയിന്റിൽ കണക്കാക്കണം എന്നോർത്തുള്ള വ്യത്യാസമാണ്. ഇപ്പം സൂര്യാസ്തമയം ഇപ്പം മഗ്‌രിബിനും സുബഹിക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. ദുഹ്ർ അസ്റും ഇശാവും ഒരേ സമയമായിരിക്കും. മഗ്‌രിബിനും സുബഹിക്കുമാണ് ഇത് മാറ്റം വരിക. സൂര്യ ഉദയം സൂര്യാസ്തമയം അതിൻ്റെ ഏത് പോയിന്റാണ് എടുക്കുക എന്നാണ്. സൂര്യ ഉദിച്ച് തീർന്നു പോകുന്ന അവസാന സമയമാണോ, സ്റ്റാർട്ട് ചെയ്തത്ര ഉദയമായോ, അതിന് പൗതിക്കിലാണോ, ഏത് ദിശയിലാണ് നമ്മളത് അസ്തമയമായിട്ട് കണക്കാക്കേണ്ടത്? ആ പോയിന്റ് പരിഗണിക്കുന്നിടത്ത് നമ്മൾ പരിഗണിക്കുന്നതും ഒരു പരിഗണിക്കുന്നതും രണ്ട് പോയിന്റാണ്. അതിൽ നിന്നാണ് മഗ്‌രിബിനും സുബഹിക്കും ഈ വ്യത്യാസം ഉണ്ടാകുന്നത്. അല്ലാതെ പറഞ്ഞത് കണക്കൂട്ടലൊക്കെ എല്ലാവരും ഒരേപോലെ തന്നെയാണ്, എല്ലാവരും ഒരേ സിസ്റ്റമാണ്. പക്ഷേ ഇത് ഷാഫി മദ്ഹബ് അനുസരിച്ച് എടുക്കുന്ന ചില ബേസുകളുണ്ട്. ആ ബേസ് പ്രകാരം അവർ പരിഗണിക്കുന്ന ചില പോയിന്റുകളുണ്ട്. ആ പോയിന്റാണ് ഒരു കണക്കാക്കുക. അപ്പോൾ ഒരു സ്വാഭാവിക സുബഹിക്ക് നമ്മളെക്കാൾ 5 മിനിറ്റ് 6 മിനിറ്റ് 7 മിനിറ്റ് വരെ ഒരു വ്യത്യാസം വരും. മഗ്‌രിബും അതേപോലെ അത്ര തന്നെ ഉണ്ടെങ്കിലും താഴെ കണ്ട വ്യത്യാസം 2 മിനിറ്റ് 1 മിനിറ്റ് 3 മിനിറ്റ് വരെയൊക്കെ മഗ്‌രിബിനും ആ വ്യത്യാസങ്ങൾ വന്നേക്കാം. അത് ഈ രണ്ടു കൂട്ടരും എടുക്കുന്ന ബേസിൽ വരുന്ന മാറ്റമാണ്. അതുകൊണ്ട് നമുക്കത് തെറ്റാന്ന് പറയാനൊന്നും കഴിയൂല. ആ ഭാഗം തെറ്റാന്ന് പറയാനൊന്നും പറ്റൂല. ഒരു മദ്ഹബി വിഷയത്തിൽ നോക്കുമ്പോൾ ഫിഖ്ഹിയായിട്ട് അത് ശരിയാണ്. ഓരത് അന്ധമായി അനുകരിച്ചു, ഓരത് അതേപടി ഇപ്പോഴും പാലിച്ചു പോകുന്നു എന്ന് മാത്രം. അതുകൊണ്ട് അത് ശരിയല്ലാന്നോ ഒരു സമയത്തിന് മുമ്പേ വാങ്ങിക്കൊടുത്തുന്നോ അങ്ങനെ നമുക്ക് ഓലെ പറ്റി പറയാൻ കഴിയില്ല. ഏറ്റവും ശരി നമുക്ക് പറയാം, നമ്മൾ സ്വീകൃത സിസ്റ്റം ഏറ്റവും ശരിയാണെന്ന് പറയാം. ഓല് ഭയങ്കര ദുൽമ ചെയ്തു, ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്ക് സ്കെച്ച് പോണ അവസ്ഥ ഉണ്ടായി എന്നൊക്കെ ഓലെ പറ്റി പറയാൻ നമ്മൾ പോകേണ്ടതില്ല എന്നേ അതിലുള്ളൂ. അല്ലാഹു അഅലം. അല്ല, അന്ന് ഇത്ര സൂക്ഷ്മമായിട്ട് നോക്കാൻ സംവിധാനമില്ലല്ലോ. അതിപ്പോൾ സൂര്യ അസ്തമിച്ചാൽ എന്നാ പറയാ, മധ്യത്തിൽ തെറ്റിയാൽ സൂര്യ ഉദിക്കുന്നത് വരെ എന്നൊക്കെ പറയാം. അപ്പം അന്ന് അസ്തമയം എന്ന് കണക്കാക്കുന്ന ഏത് പോയിന്റിലാണ്? പൂർണ്ണമായും അസ്തമിച്ച് പോകുമ്പോഴാണോ, അതല്ല അതിൻ്റെ പകുതി ആകുമ്പോഴാണോ, അസ്തമയം ആരംഭിക്കുമ്പോഴാണോ, എത്ര ഡിഗ്രിക്ക് എത്തുമ്പോഴാണ് അസ്തമയമായിട്ടത് കണക്കാക്കുക എന്നിടത്ത് വിടുന്ന തർക്കമാണത്. അത് വേറെ, അതിന് പുറമെയുള്ളതാണ്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി 2 മിനിറ്റ് ഒരു ആഡ് ചെയ്ത് വെച്ചു എന്നുള്ളത് അത് ഇതിന് പുറമെയാണ്. അതുകൊണ്ടാണ് 7 മിനിറ്റ് ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ 7 മിനിറ്റ് ഒന്നും വരില്ല. അത് പ്രത്യേകിച്ച് റമദാനില്ല. അത്
അത് ശരിക്ക് മൊത്തത്തിൽ കേരളത്തേക്ക് മൊത്തം ഉണ്ടാക്കിയ കണക്കൊന്നുമല്ല. പഴയ കാലത്ത് കേരളത്തേക്ക് മൊത്തത്തിൽ ഒറ്റ കണക്ക് ഉണ്ടാക്കലുമില്ല. അന്ന് യഥാർത്ഥത്തിൽ മലബാർ ഏരിയയ്ക്ക് ഒരു കണക്കാണ്, തെക്കൻ കേരളത്തേക്ക് മറ്റൊരു കണക്കാണ് ഉണ്ടാക്കുക. കാരണം ഇതിനൊക്കെ ദിശയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഇപ്പോൾ ഉമർഖാദിയാണ് അന്ന് ഇവിടെ ഉണ്ടാക്കിയ ഒരാൾ ഈ ഭാഗത്തൊക്കെ. ഉമർഖാദിന് അടിക്കണക്ക് വെയ്ത്ത് ഉമർഖാദി ഉണ്ടാക്കിയതൊക്കെ മലബാറിന് വേണ്ടിയാണ്, അല്ലാതെ മൊത്തം കേരളത്തിന് സ്വീകരിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയിട്ടില്ല. ഏകദേശം എറണാകുളം വരെ, അതും ചിലത് അത്രയില്ല എന്നാണ് പറഞ്ഞത്. ആ നിലക്കാണ് അവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കാസർഗോട്ടുകാരുണ്ടാക്കിയ ഒരു ചാർട്ടാണ് പൊതുവെ അവരൊക്കെ ഒരു അസുരായി പറയണത്. അങ്ങനെ തന്നെ ഒരു ഫോളോ ചെയ്യാന്നുള്ളതല്ല, ഒരു അസുരായിട്ട് സ്വീകരിക്കുന്നത് അതാണ്. അപ്പോൾ അതിലാണ് അദ്ദേഹം പ്രത്യേകം നോട്ട് വെച്ചത്. റമദാനിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു അല്പം പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് തെറ്റുണ്ടെന്നൊക്കെ. അന്നിപ്പോൾ എത്ര മൈന്യൂട്ടായിട്ട് നോക്കാൻ അന്ന് സംവിധാനം ഉണ്ടാവില്ല. ഇന്നത്തെ പോലെ അത്ര സെക്കൻഡും മിനിറ്റും വെച്ച് നോക്കാനൊന്നും ഇപ്പോൾ സമയം ഉണ്ടാവില്ല. അന്നത്തെ സംവിധാനങ്ങളില്ല. ഈ പറഞ്ഞ പോലെ വടി കുത്തിയും നാട്ട വെച്ചുമൊക്കെയാണ് നടക്കുന്നത്. അപ്പം തൻ്റെ കണക്കുകൊണ്ട് ഒരാൾ നോമ്പ് പോകണ്ട എന്ന സൂക്ഷ്മത ഒരു പഠിച്ചെങ്കിൽ അത് നമുക്കൊരു അബദ്ധമാണെന്ന് അന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ അതല്ല. അന്ന് കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ ഈ സംവിധാനങ്ങളുള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കൃത്യമായി നോക്കാൻ കഴിയും. അപ്പം അതാണ് ഇതിൽ വ്യത്യാസം. മാത്രമല്ല ഇവിടെ തന്നെ ഇപ്പം മലപ്പുറം ജില്ല എടുത്താൽ തന്നെ മലപ്പുറം ജില്ലയിലെ എല്ലാ സ്ഥലത്തും ഒരേ സമയത്തല്ല സൂര്യാസ്തമയം വരിക. കടൽ പ്രദേശത്തോ അടുത്ത് കിടക്കുന്ന ഭാഗത്ത് കുറച്ച് നേരത്തെ ആയിരിക്കും. കിഴക്കോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി മാറ്റം വരും. ഇപ്പം ഈ നിലമ്പൂർ വഴിക്കടൽ ഭാഗത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പം നമ്മുടെ കലണ്ടറൊക്കെ എടുത്ത് നോക്കിയാൽ 4 സ്ഥലം കാണിക്കാം: കാസർഗോഡ്, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം. ഇത് 4 ഏകദേശം ഒരേ ലൈനാണ്, എല്ലാം തീരദേശമാണ്. അപ്പോൾ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തുമ്പോഴേക്ക് 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെയാണ് ആകെ മാറ്റം വരിക. അതേസമയം നിങ്ങൾ കോഴിക്കോടും വഴിക്കടവും എടുത്താൽ ഈ കാണാൻ അതേ വ്യത്യാസം, 16 വ്യത്യാസം ഇങ്ങോട്ട് കിട്ടും. അതുതന്നെ വയനാട് എടുത്താൽ 16 മാറ്റം ഉണ്ടാവും. മിനിയൂട്ടി എടുത്താൽ ഭയങ്കര മിനിയൂട്ടി വ്യത്യാസം ഉണ്ടാവും. മിനിയൂട്ടി കുറച്ചുകൂടി ഉയർന്ന സ്ഥലമാണ്. പക്ഷെ നമ്മൾ കലണ്ടർ അടിക്കുമ്പോൾ ഓരോ സ്ഥലവും കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് മാത്രം വേറെ കലണ്ടർ എടുക്കേണ്ടി വരും. അപ്പോൾ അത് സൗകര്യത്തിനാണ് കുറച്ചുകൂടി ഏകദേശം ഒരു 4 ഏരിയ എന്നുള്ളതൊക്കെ എടുത്തത്. നമ്മൾ പലപ്പോഴും കലണ്ടർ എടുക്കുമ്പോൾ ആലോചിക്കലുണ്ട്, ഓരോ ജില്ലയ്ക്ക് നമുക്കൊരു QR കോഡ് എടുത്താലോ, ആ ജില്ലക്കാർക്ക് സ്കാൻ ചെയ്താൽ അവിടുത്തെ കഴിഞ്ഞപ്പോൾ അതൊന്നും വേണ്ട. നമ്മളതിൽ വെറുതെ അടിച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റ് നമ്മൾ നിൽക്കുന്ന പോയിന്റ് എവിടെയാണോ അവിടുത്തെ എക്സാക്റ്റ് ടൈം നമുക്ക് കിട്ടും. ഇപ്പോൾ കലണ്ടർ അടിക്കുമ്പോൾ ഒരു പരിമിതിയാണ് നമ്മൾ തരവില്ല. ഇത് പഠിച്ചു നോക്കി നമ്മളിപ്പോൾ എടുക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ പൊതുവെ എല്ലാം സൈറ്റായി കഴിഞ്ഞു. ഇപ്പം എല്ലാവരും ഇത് സൈറ്റായി, ഏറ്റവും ഒതൻറ്റിക്കായ സൈറ്റുകൾ ഇപ്പം ലഭ്യമാണ്. ലോകാടിസ്ഥാനത്തിൽ തന്നെ ഉപയോഗിക്കുന്ന അത്രയും പ്രൂവ് ചെയ്യപ്പെട്ട സൈറ്റുകളൊക്കെ ഇപ്പം ലഭ്യമാണ്. അപ്പോൾ ഇതിനെ വെറുതെ കണ്ട പണിയൊക്കെ അപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മളൊക്കെ വീണ്ടും ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ സൈറ്റിൽ നിന്ന് എടുക്കുന്നതല്ല, സൈറ്റിൽ നിന്ന് എടുക്കും. നമ്മൾ കലണ്ടർ എടുക്കുമ്പോൾ സൈറ്റിൽ നിന്ന് എടുക്കും. അതുപോലെ ആ രംഗത്ത് അഗ്രഹ ആളോട് പ്രത്യേകം ഏൽപ്പിക്കും. അവരൊന്നും കൂടി എടുത്ത് ഒരു കണക്കൂട്ടി നമ്മോട് പറയും, ഓക്കെ നിങ്ങൾ നിർത്താൻ മതി, അത് കറക്റ്റാണ്, പ്രശ്നമില്ല. അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്, നിങ്ങൾ എന്താ വേണ്ടി നിങ്ങൾ കൊടുത്തോളി എന്ന് പറയാറുണ്ട്. അപ്പം അതൊന്നും വലിയൊരു ഭയങ്കര ഒരു മസ് പിടിച്ചൊരു ആവശ്യമില്ല അതിലൊന്നും. അതെ, അത് ഓരോ എടുത്ത അസുര പ്രകാരം മകരിപ്പായിക്കണ്. അവരെടുത്ത അസുര പ്രകാരം മകരിപ്പായിട്ടുണ്ട്. കുറച്ചുകൂടി സൂക്ഷ്മത നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ ഏറ്റവും അക്യുറേറ്റ് ആയി വരാം നമ്മളെടുത്തതായിരിക്കും. മറ്റേ തെറ്റാന്ന് ഇപ്പം മകരി പോലും നമുക്ക് ശേഷം കൊടുക്കുക. നമ്മൾ ആദ്യം കൊടുത്തിട്ട് പിന്നെ രണ്ടാമതാണ് ഓല വാങ്ങില്ല. സുബഹി തിരിച്ചാൽ വരിക, ഓല ആദ്യം കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുക. അപ്പം അതൊന്നും അപ്പം അങ്ങനെ ഒരു പറയേണ്ടതില്ല. ഇബ്നുൽ മുൻദിർ അൻ മുജാഹിദിൻ, ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹിൽ നിന്ന് ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു കാന ലാ യറാ ബഅസൻ അൻ യതഅല്ലമ അർ-റജുലു മനാസിലൽ ഖമരി, ചന്ദ്രന്റെ രാശിമണ്ഡലങ്ങളെ ഒരാൾ പഠിക്കൽ തെറ്റല്ല എന്നായിരുന്നു ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് പറയാറുണ്ടായിരുന്നത്. അത് ഈ നിലക്കാണ്. ഇൽമു തഫ്സീറല്ല, ഇൽമു ഗൈബ് പഠിക്കാനല്ല. ഈ ചന്ദ്രനുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭ്രമണപഥങ്ങൾ അത് പഠിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമല്ല. അപ്പം ഇത്രയും തത്സമയം മനസ്സിലാക്കി തഞ്ചീവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. ഇതിനെല്ലാം ശേഷം ഇതിൻ്റെ അനുവദിക്കപ്പെട്ടതും വിലക്കപ്പെട്ടതും ഇതുകൊണ്ടാണ് ഇൽമുൽ ഗൈബിൻ്റെ വാദവും അടക്കം ശിർക്കായതും സിഹറിനും ഒക്കെ പറഞ്ഞല്ലോ. ഇനി ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ചില സംഗതികൾ. ഇതിനെല്ലാം പുറമെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു ഏറ്റവും വലിയ കാര്യം അവൻ്റെ അഖീദയാണ്. ഓനെ സംബന്ധിച്ച് എന്ത് ത്യാഗം ചെയ്തും സംരക്ഷിക്കുന്ന കാര്യം അവൻ്റെ വിശ്വാസമാണ്. അത് പ്രകാരമാണ് അവൻ്റെ വിജയമുണ്ടാവുക.
അക്കീദ ശരിയായാൽ അവൻ വിജയിച്ചു, അക്കീദ പഴിച്ചാൽ അവൻ പരാജയപ്പെട്ടു. അതുകൊണ്ട് ഇനി ബാക്കി എന്തോ ആവട്ടെ, അവന് ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ മുഖ്യമായ കാര്യം അവൻ്റെ വിശ്വാസമാണ്. ഫയജിബു അലൈഹി അൻ യഹ്രിസ അലാ തജന്നുബി മാ യുസിഉ ഇലൈഹ. അതുകൊണ്ട് ആ അഖീദയെ മോശമായി ബാധിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നത് അവന് നിർബന്ധമാണ്. ഔ യമസ്സുഹാ മിനശ് ശിർക്കിയാത്തി വൽ ഖുറാഫാത്തി വൽ ബിദ്അ, അല്ലെങ്കിൽ ആ അഖീദയെ ബാധിക്കുന്ന ശിർക്കുകൾ, ഖുറാഫത്തുകൾ, ബിദ്അത്തുകൾ അതിനെയെല്ലാം ഒഴിവാക്കുക എന്നത് നിർബന്ധമാണ്. എന്തിന്? ലിതബ്ഖ സാഫിയത്തൻ മുളിഅ, ആ അഖീദ തെളിഞ്ഞ അഖീദയായി, പ്രകാശിക്കുന്ന അഖീദയായി നിലനിൽക്കണം. അതിന് ഒരു ഭംഗവും വരാൻ പാടില്ല, ആ അഖീദയ്ക്ക് ഒരു കോട്ടം സംഭവിക്കാൻ പാടില്ല. വദാലിക ബിൽതിസാമിൽ കിതാബി വസ്സുന്ന. അതിനെന്താ വഴി? കിതാബും സുന്നത്തും എന്താണോ അഖീദയായിട്ട് പഠിപ്പിച്ചത് അത് മുറുകെ പിടിക്കുക. വമാ അലൈഹി സലഫുസ് സ്വാലിഹ്, സലഫുസ് സ്വാലിഹികൾ എന്താണോ അഖീദയായിട്ട് സ്വീകരിച്ചത് ആ അഖീദയെ മുറുകെ പിടിക്കുക. അപ്പൊ അവന് ഏറ്റവും പ്രധാനം അവൻ്റെ അഖീദയാണ്. ആ അഖീദക്ക് ഒരു കോട്ടം സംഭവിക്കാതിരിക്കുക, അത് തെളിഞ്ഞ അഖീദയായിട്ട് അവശേഷിക്കുക, അതിനാണ് അവൻ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിന് ചെയ്യേണ്ടത് എന്താണ്? വദാലിക ബിൽതിസാമിൽ കിതാബി വസ്സുന്നതി വമാ അലൈഹി സലഫുസ് സ്വാലിഹ്. ഖുർആനും സുന്നത്തും അവനെ മുറുകെ പിടിക്കുന്നു. സലഫുസ് സ്വാലിഹികൾ, സച്ചരിതരായ മുൻഗാമികൾ ഏത് വിശ്വാസമാണോ സ്വീകരിച്ചത് ആ വിശ്വാസപ്രകാരം അവൻ ജീവിക്കുന്നു. വലാ യതിമ്മു ദാലിക ഇല്ലാ ബിതഅല്ലുമി ഹാദിഹിൽ അഖീദതി. അത് പൂർത്തിയാകണമെങ്കിൽ ഈ അഖീദ പഠിച്ചേ പറ്റുകയുള്ളൂ. അഖീദ നമുക്ക് വഹ്യായിട്ട് നമുക്ക് കിട്ടില്ല. വഹ്യായിട്ട് നബിക്ക് അല്ലാഹു കൊടുത്തു, അത് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. നബിയെ കേട്ടു പഠിച്ച സ്വഹാബിമാർ അത് വിശ്വസിച്ചു, ആ സ്വഹാബത്തിനെ പഠിച്ച താബിഈകൾ അത് വിശ്വസിച്ചു. അതുകൊണ്ട് ആ അഖീദ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അഖീദ പഠിക്കാതെ സ്വയം പഠിയൂല, അഖീദ സ്വയം പഠിയൂല, അത് പഠിക്കണം. അതിന് അസ്ലാവട്ടെ കിതാബും സുന്നത്തുമാണ്. വമഅരിഫത്തി മാ യുളാദ്ദുഹാ, അതിന് എതിരാകുന്ന എന്തൊക്കെയുണ്ടോ അതും വേണം അറിയുക. സ്വഹീഹ അഖീദയും പഠിക്കണം, അതോടൊപ്പം ആ അഖീദയെ തകർക്കുന്ന ബാത്തിലായ എന്തൊക്കെയുണ്ടോ അതും പഠിക്കണം. അതെന്തിനാ? അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ. ഇത് നമ്മൾ പഠിച്ചത് പ്രാവർത്തികമാക്കാൻ, മറ്റ് പഠിക്കുന്നത് അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ. മിനൽ അഖായിദിൽ മുൻഹരിഫ, തെറ്റായ പിഴച്ചുപോയ വിശ്വാസങ്ങൾ അതും പഠിക്കേണ്ടതുണ്ട്. അതൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പഠിക്കണം ആവശ്യമില്ല. അത് ഉണ്ടായി വന്ന സ്ഥിതിക്ക് നമ്മൾ അതും പഠിക്കണം. കാരണം അറിയാതൊരു പക്ഷെ നമ്മളത് വിശ്വസിച്ചു പോകും. അപ്പം എന്താ മുഅ്തസിലികള്, ആരാ ജഹ്മികള്, ആരാ ജബരികള്, എന്താ പോലെ വിശ്വാസം, ഇതറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ വിശ്വാസം അറിയാതെ നമ്മിൽ വന്നു പോയേക്കാം. ഇത് നമ്മുടെ അഖീദ സംരക്ഷിക്കാൻ ആവശ്യമാണ്. ലാ സിയമ, ആദ്യം നമ്മൾ പഠിക്കണം. ആദ്യം പഠിക്കുന്ന പോലതല്ല, ആദ്യം പഠിക്കുന്ന അഹ്ലുസുന്നയുടെ മൻഹജ് പഠിക്കുക, നമ്മളിത് ക്ലിയറാക്കി വെക്കുക. ഇനി അതിലേക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള അബദ്ധധാരണകൾ, അതാണ് അവിടേക്ക് വന്നത്. അവർക്കൊക്കെ വന്നതെന്താണ്? ഒരു കൽപ്പിച്ചൂട്ടി പയച്ചു പോയതല്ല. അവരൊക്കെ ശരിയായ അഖീദയാണെന്ന് വിചാരിച്ചിട്ടാണ് തെറ്റായ അഖീദയിലേക്ക് എത്തിപ്പെട്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഓർക്ക് എവിടെയാണ് പിഴച്ചത്, എന്താ തെറ്റിയത്, അതും കൂടെ അറിയണം, ആ തെറ്റ് നമ്മിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി. വലാ സിയമ, പ്രത്യേകിച്ചും വഅന്നഹു ഖദ് കസറൽ യൗമ ഫീ സുഫൂഫിൽ മുസ്ലിമീൻ, ഇന്ന് മുസ്ലിം അണികളിൽ വ്യാപകമായി വന്നിട്ടുള്ള ഈ കാലത്ത് പ്രത്യേകിച്ചും പഠിക്കൽ നിർബന്ധമാണ്. എന്താണ് വന്നത്? മൻ യഹ്തരിഫു തദ്ജീല വശുഊദത വതഅല്ലുഖ ബിൽ ഖുബൂരി വൽ അദ്രിഹതി, ഖബറുകളിൽ പോയി ബന്ധപ്പെടുക, ദർഗകളിൽ പോയി കേന്ദ്രമായി സ്വീകരിക്കുക, അതേപോലെ ഇത്തരം ആശയക്കുഴപ്പമുണ്ടാക്കുക, ഈ വക സിഹറും തഞ്ചീമും കൊണ്ടു നടക്കുക, ഇതൊക്കെ ജോലിയായി സ്വീകരിക്കുന്ന ആളുകൾ ഇന്ന് മുസ്ലിമീങ്ങൾ അധികമാകുന്നു. ഈ വിശ്വാസം മാത്രമല്ല, അതാണ് പോലെ ജോലി, ഓരോ വരുമാന സ്രോതസ് ഖബറാണ്. പഴയ കാലത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. പഴയ കാലത്ത് ഖബറിനെ പോയി തേടി പോകുന്നുണ്ടാവും. ഇന്ന് ഖബറിനെ പോയി തേടാൻ ആളെ കൊണ്ടുപോകുക എന്നുള്ളത് ഓരോ വരുമാന സ്രോതസ് അതാണ്. അങ്ങനത്തെ ആളുകൾ ഇന്നുള്ള ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ അഖീദ പഠിക്കേണ്ടതുണ്ട്. ലിത്വലബിൽ ഹാജാത്തി വതഫ്രീജിൽ ഖുർബാത്തി, ആവശ്യങ്ങൾ തേടുവാൻ, വിപത്തുകൾ ഒഴിവാക്കുവാൻ ഒക്കെ ഖബറാളിയോട് തേടതിനെ ജോലിയാക്കി മാറ്റിയവർ ഇന്നുണ്ട്. അത് ഈ സംഭവം വന്ന കാലത്തൊന്നുമില്ല. ഖബർ കെട്ടിപ്പൊക്കുന്ന സംസ്കാരം വന്ന കാലത്ത് ഇത് ജോലിയല്ല,
അന്ന് പിഴവ് പറ്റി പല ആളുകളും കബറിൽ പോയി കബറെടുത്ത് പ്രാർത്ഥിക്കും. ഇന്നതല്ല. ഇന്ന് അതിന് ഔദ്യോഗികമായ ആളുകളും ഏജന്റുമാരും ആളെ കൂട്ടാനും അതിന് പിന്നെ ഓഫർ കൊടുക്കാനും അത് പാക്കേജായി പ്രഖ്യാപിക്കാനും ഒക്കെ ഇന്ന് ആളുകളുണ്ട്. ഹജ്ജിന് കൊണ്ടുപോകുന്ന പോലെ സിയാറത്തിന് കൊണ്ടുപോകുന്ന കാലമാണ് ഇന്ന്. ആ കാലഘട്ടത്തിൽ അഖീദ പഠിക്കുന്ന പ്രത്യേകിച്ചും ബാധ്യതയാണ്. കമാക്കാൻ അലൈഹിൽ മുശ്രികൂന അവ്വലൂന, ആദ്യകാല മുസ്ലിമീങ്ങൾക്ക് അഖീദയിൽ എന്താണോ പിഴവുകൾ സംഭവിച്ചത് സമാനമായത് മുസ്ലിമീങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഔ അശദ്ദു, അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ രൂപത്തിൽ ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ ഇത്തരം തെറ്റായ ധാരണകൾ വന്നിരിക്കുന്നു. ഇളാഫത്തൻ ഇലാ ഇത്തിഖാദി സാദ വഅസ്ഹാബി തുർഖി സൂഫിയ്യ അർബാബൻ മിൻ ദുനില്ലാഹ്, അതോടൊപ്പം ഇളാഫത്തൻ അതിനെ കൂടെ ഇലാ ഇത്തിഖാദി സാദ, പല സാദാത്യങ്ങളെ നേതാക്കളെ സ്വീകരിക്കുന്നു. വഅസ്ഹാബി തുർഖി സൂഫിയ്യ, സൂഫി ത്വരീഖത്തിന്റെ ആളുകളെയും ഒക്കെ ആളുകൾ സ്വീകരിക്കുന്നു. എങ്ങനെ? അർബാബൻ മിൻ ദുനില്ലാഹ്, അല്ലാഹ്ക്ക് പുറമേയുള്ള റബ്ബുകളായി സാദാത്യങ്ങളെ സൂഫിയാക്കളെ സ്വീകരിക്കുന്ന പ്രവണത കൂടി ഇന്നുണ്ട്. യുശർരിഊന ലിഅത്ബാഇഹിം മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിൽ അല്ലാഹു തആല അനുവാദം കൊടുത്തിട്ടില്ലാത്തതിനെ ദീനാക്കി കൊടുക്കുന്ന റബ്ബുകളാക്കി ഇത്തരം സാദാത്യങ്ങളെ സൂഫികളെ സ്വീകരിക്കുന്നിടത്താണ് ഇന്ന് നമ്മളുള്ളത്. ത്വരീഖത്ത് പോയി ബൈഅത്ത് ചെയ്താൽ മുരീദ് വിശ്വസിച്ചു കൊള്ളണം, ഷെയ്ഖിന് എൻ്റെ പേരിൽ എല്ലാ അധികാരവും ഉണ്ട്. ഷെയ്ഖ് ദിക്ർ നിശ്ചയിച്ചു കൊടുത്താൽ ആ ദിക്ർ ചൊല്ലിക്കൊള്ളണം, അവിടെ ചോദ്യമില്ല. ഷെയ്ഖ് പറയുന്നത് ചൊല്ലിക്കോ ചെല്ലനെ, ഇത് നിസ്കരിച്ചോ നിസ്കരിക്കനെ, ആ നിസ്കാരം എവിടുന്ന് കിട്ടി ചോദിക്കാൻ പാടില്ല. അൽ മുരീദു ഇന്ദ ഷെയ്ഖി കൽ മയ്യത്തി ഇന്ദൽ ഗാസിലിനാണ്. മുരീദ് ഷെയ്ഖിന് മുമ്പിൽ നിൽക്കേണ്ടത് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പിലുള്ളത് പോലെയാണ്. കുളിപ്പിക്കുന്നതിന് മുമ്പിൽ മയ്യത്ത് എങ്ങനെ ഉണ്ടാകുക? ഓ എന്തേ കാട്ടി അത് വിധേയപ്പെടുക, തിരിച്ചാവാൻ തിരിയും മറിച്ചാൻ പറയും, എണിപ്പിച്ചിട്ടായിരിക്കും. അല്ലാതെ ഒരിക്കലും ഇത് ശരിയല്ല എന്ന് മയ്യത്ത് പറയുന്നല്ലോ എന്നതുപോലെ ഷെയ്ഖിന്റെ മുമ്പിൽ മുരീദ് നിന്നോളണം. അപ്പൊ ഷെയ്ഖ് പറയും 1 ലക്ഷം റക്അത്ത് നിസ്കരിക്കും, അതെന്ത് നിസ്കാരം ചോദിക്കാൻ പാടില്ല. ഒക്കെ തന്നെ അതൊക്കെ ഷെയ്ഖിന് അവകാശം ഉണ്ടെന്നാണ്. ഷെയ്ഖിന് അധികാരമുണ്ട് ദിക്ർ ഉണ്ടാക്കാൻ, ദുആ ഉണ്ടാക്കാൻ, സ്വലാത്ത് ഉണ്ടാക്കാൻ, നിസ്കാരം ഉണ്ടാക്കാൻ. ചിലപ്പോൾ നിസ്കരിക്കണ്ടെന്ന് പറയും, അതും സ്വീകരിച്ചോളണം. അതാണ് ഈ പറഞ്ഞത്. ഇത്തരം സാദാത്യങ്ങളെ റബ്ബുകളായി സ്വീകരിക്കുന്ന പ്രവണത ഇപ്പോൾ വന്നിരിക്കുന്നു. അല്ലാഹു തആല അനുവാദം നൽകിയിട്ടില്ലാത്തത് അല്ലാഹുവിന്റെ ദീനിൽ കൊണ്ടുവരികയാണ്. ഒരുപാട് ദീൻ ഉണ്ടാക്കിയ കുഴപ്പമില്ല, അല്ലാഹുവിന്റെ ദീന് കൊണ്ടുവന്നിട്ട് ഇതാണ് ദീന് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ശരിയായ അഖീദ പഠിച്ചില്ലെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനത്തെ ആൾ പോയി സംശയം ചോദിച്ചതായിരിക്കും നമ്മൾ തെറ്റാനുള്ള കാരണം. വേറൊന്നും ഉണ്ടാവില്ല, നമ്മൾ തെറ്റിപ്പോകാൻ ആ കാരണമായത് ഒരാളത്ത് പോയി സംശയം ചോദിച്ചു എന്നതായിരിക്കും. അതോട് ചിലപ്പോൾ നമ്മൾ തെറ്റിപ്പോകും. അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ മുസ്ലിം അണികളിൽ വ്യാപകമായി വന്ന ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും സ്വഹീഹായ അഖീദയും പഠിക്കണം, തെറ്റിപ്പോയ അഖീദയും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ മനുഷ്യൻ പെട്ടുപോകും. ഫലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. അതോടെ 7ാമത്തെ കഴിഞ്ഞു, നുജൂം തൻജീം എന്നുള്ളത് കഴിഞ്ഞു. ഇനി 8ാമത്തെ ഷെയ്ഖ് പറയാണ് ഇസ്തിസ്ഖാഉ ബിൽ അൻവാ. എന്താ വേണ്ട വൃത്തി? എന്താന്ന് പറയാം. ഇസ്തിസ്ഖാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്ഷത്രങ്ങളെ കണക്കാക്കി മഴയെ പ്രതീക്ഷിക്കാം. അതാണ് ഇസ്തിസ്ഖാ ബിൽ അൻവാ. അൻവാ എന്ന് പറഞ്ഞാൽ നാ യനു എന്ന വാക്കെന്നാണ്. നാ എന്ന് പറഞ്ഞാൽ ഉദിച്ചു, തെളിഞ്ഞു, പ്രത്യക്ഷപ്പെട്ടതൊക്കെ നേരെ വാക്കിനർത്ഥം. ജാഹിലിയ്യ കാലത്തെ രീതിയായിരുന്നു ചില പ്രത്യേക നക്ഷത്രം ഉദിച്ചാൽ മഴ പെയ്യും എന്ന് വിശ്വസിക്കുക. ചില പ്രത്യേക ചന്ദ്രൻ്റെ 28 ഭ്രമണപഥങ്ങളെ കണക്കാക്കിക്കൊണ്ട് അതിന് ഉദയാസ്തമയങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് ആ സമയത്ത് ചില നക്ഷത്രങ്ങൾ ഉദിച്ചു വന്നാൽ അത് മഴ പെയ്യും എന്ന വിശ്വാസം ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് മഴ പെയ്താൽ ഒരു പറയും മുത്തിർന ബിനൗ ഈ കഥ വക്കഥ, ഇന്ന നക്ഷത്രം ഉണ്ടായതുകൊണ്ടാണ് മഴ പെയ്തത് എന്ന് പറയുമായിരുന്നു. നബി ഞങ്ങൾക്ക് പറഞ്ഞല്ലോ, സുബഹിസ്കാരം കഴിഞ്ഞപ്പോൾ രാത്രി നന്നായി മഴ പെയ്ത ഒരു രാത്രിയിൽ സുബഹിസ്കാരം കഴിഞ്ഞ നബിതങ്ങൾ സ്വഹാബികളൊപ്പം ഇരിക്കുക പള്ളിയിൽ. അപ്പം നബിതങ്ങൾ പറഞ്ഞു, ഇന്നലെ മഴ പെയ്തു, റബ്ബെന്താ പറഞ്ഞു നിങ്ങൾക്കറിയുമോ ചോദിച്ചു. അല്ലാഹു റസൂലുഹു അഅലം. അപ്പം നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹ് പറഞ്ഞിരിക്കുന്നു അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിറുൻ ബിൽ കൗകബ്. ഇന്ന് നേരം വെളുത്തപ്പോൾ എൻ്റെ ചില അടിമകൾ എന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, നക്ഷത്രത്തെ അവിശ്വസിച്ചിരിക്കുന്നു. വേറെ ചില ആളുകൾ
നക്ഷത്രത്തെ വിശ്വസിച്ചിരിക്കുന്നു, എന്നെ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നു എന്ന് നബി തങ്ങൾ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം മഴ പെയ്തപ്പോൾ ചിലർ പറഞ്ഞു മുത്തർനാ ബി ഫദ്ലില്ലാ, അള്ളാഹിൻ്റെ ഫദ്ൽ കൊണ്ട് മഴ കിട്ടി. അവൻ മുഅ്മിനും ബി വകാഫിറും ബിൽ കൗകബ്, ഇവിടെ അള്ളാഹിനെ വിശ്വസിച്ചവനാണ്, നക്ഷത്രത്തെ അവിശ്വസിച്ചവനാണ്. എന്നാൽ വേറെ ചില ആളുകൾ പറഞ്ഞു മുത്തർനാ ബി നൗഇ കദാ വകദാ, ഇന്ന ഞാറ്റുവേല കൊണ്ട് ഇന്ന നക്ഷത്രം കൊണ്ട് മഴ പെയ്തു എന്ന് പറഞ്ഞവൻ അവൻ കാഫിറും ബി, എന്നിൽ അവിശ്വസിച്ചവനാകുന്നു, വമുഅ്മിനും ബിൽ കവാകിബ്, നക്ഷത്രങ്ങളെ വിശ്വസിച്ചവനുമാകുന്നു എന്ന് നബി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അതാണ് ഇസ്തിസ്ഖാ ബിൻ നൗഇ എന്ന് പറയുന്നത്. നൗ ആണ് ഞാറ്റുവേല. ശരിക്ക് ഉദയം എന്ന നേരർത്ഥമുള്ളൂ. നൗ എന്ന വാക്ക് നേരർത്ഥം ഉദയം എന്നാണ്. പക്ഷെ നൗഉൻ നജ്മ് എന്നാണ് ഉദ്ദേശം, നക്ഷത്രങ്ങളുടെ ഉദയങ്ങൾ. ആ ഉദയം കൊണ്ട് മഴ വർഷിക്കുമെന്ന് വിശ്വസിക്കുക. അത് ജാഹിലിയ്യ കാലത്ത് വ്യാപകമായി ഉണ്ടായിരുന്ന സ്വഭാവമാണ്. അത് എനിക്ക് പെടുത്താൻ പറ്റൂല, അത് സീസൺ പറയാണ്. അതുകൊണ്ട് മഴ പെയ്യാതൊക്കെ ചെയ്യാലോ, അതുപോലെ വേറെ പ്രശ്നമൊന്നുമില്ല. അതെ, തിരുവാതിരയാണ് അല്ലെങ്കിൽ മറ്റതാണ് മറിച്ചതാണ്, അതിൻ്റെ പേരിൽ മഴ പെയ്യും, കലട്ടാണ്, അതൊന്നും പറയാവതല്ല. അത് അങ്ങനെയൊക്കെയുള്ള ചിലതുമായി കണക്ട് ചെയ്തുകൊണ്ട് അതായ എന്തായാലും മഴ പെയ്യും, അങ്ങനെയില്ല. അല്ല ഉദ്ദേശിച്ച മഴ പെയ്യും, അത് ഉദ്ദേശിച്ചില്ലേ മഴ പെയ്യൂല, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ അതിനപ്പുറത്ത് പറഞ്ഞില്ല. ഓരോ നാട്ടിലും എപ്പോഴും എത്ര അളവ് മഴ പെയ്യുന്നത് അല്ലാഹ്ക്ക് ഒരു കതിറുണ്ട്. ആ കതിരനുസരിച്ച് മഴ പെയ്യും. അല്ലാതെ അങ്ങനത്തെ നക്ഷത്രം 10 ഒപ്പം വന്നാലും ശരി, അല്ലാതെ ഉദ്ദേശമില്ലെങ്കിൽ മഴ വർഷിക്കൂല. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ അല്ലാഹ് വെച്ചൊരു സിസ്റ്റം, അത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇന്ന സമയമാകുമ്പോൾ മഴേൻ്റെ സീസണാണ്, ഇന്ന സമയമാകുമ്പോൾ മഴ ഇല്ലാത്ത സീസണാണ് എന്ന് പറയുന്നുണ്ട്. അത് നാടിൻ്റെ പ്രകൃതിയും ഇവിടെ ഒരുപാട് കാലങ്ങളായി തുടർന്ന് വരുന്ന രീതികളുമൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഇത് മാത്രമാണ്. അല്ലാതെ ഇത് കാരണമായിട്ട് മഴ ചെയ്യാന്നുള്ളതല്ല. ഇത് കാരണമായിട്ട് മഴ പെയ്യാന്ന് പറയുമ്പോൾ ഇതിമൊക്കെ എത്തും. ഇവിടെ മാസത്തെ നമ്മൾ കർക്കിടക പേരിട്ടാലും ചെങ്ങന്ന് പേരിട്ടാലും അത് മഴയെ സ്വാധീനിക്കുന്നില്ല, പേരെന്തുടാം. പക്ഷെ സീസണുകൾ മാറി മാറി വരും, രാവും പകലും മാറുന്ന പോലെ. ഇപ്പം രാവും പകലും മാറുണ്ടല്ലോ, വൈകുന്നേരം നമുക്ക് പറഞ്ഞ ഇരുട്ടാവും എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണോ അത്രത്തിന് അതിലുള്ളൂ. എന്നാൽ ആ മാസമായതുകൊണ്ട് മഴ പെയ്യും എന്നാണെങ്കിലോ ഇല്ല, ആ മാസം മഴയും യാതൊരു ബന്ധമില്ല. മഴ പെയ്യൽ സാധാരണ നമ്മുടെ നാട്ടിൽ ആ സീസണിലാണ് എന്ന അർത്ഥത്തിലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. മറ്റു റബ്ബിലേക്ക് തന്നെയാണ് വിടേണ്ടത്. എന്നാലും അതാണ് ഇസ്തിസ്ഖാ ബിൽ അൻവാഇ എന്ന് പറഞ്ഞ ഞാറ്റുവേല കൊണ്ട് നക്ഷത്രം കൊണ്ടൊക്കെ മഴയെ പ്രതീക്ഷിക്കൽ, അതും ശിർക്കിൻ്റെ ഇനങ്ങളിൽപ്പെട്ട കാര്യമാണ്. വിശദമായി ഷെയ്ഖ് ഹഫിദഹുല്ലാഹ് അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വായിക്കാം. വല്ലാഹു ഏതായിരുന്നാലും ഷെയ്ഖ് പറഞ്ഞ പോലെ ഈ കാലഘട്ടങ്ങളിൽ വ്യാപകമായി അഖീദയെ തകർക്കുന്ന ഇഷ്ടംപോലെ കേന്ദ്രങ്ങളും വ്യക്തികളുമെല്ലാം സമൂഹത്തിലുണ്ട്. അറിഞ്ഞോ അറിയാതെ ഒരു മനുഷ്യനെ അഖീദ പഴിച്ചു പോവുകയാണ്. പ്രത്യേകിച്ച് ശരിയായ അഖീദ പഠിച്ചിട്ടില്ലെങ്കിൽ, ശരിയായ അഖീദ പഠിച്ചില്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണ് എന്ന് പോലും ചിലപ്പോൾ അറിയില്ല. അവിടെ ശരിയായ അഖീദ പഠിക്കണം, അതിൻ്റെ കൂടെ തെറ്റായതും പഠിക്കണം. അപ്പോൾ അതിനപ്പോൾ ഇതൊക്കെ പഠിക്കണേ, അതിപ്പോൾ എന്തിനാണ് പഠിക്കണത്? ഇതൊക്കെ ഇപ്പോൾ എന്തിനാണ് പഠിക്കണത്? ഇത് ശിർക്കിന് ഇനമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ ആവശ്യമില്ലല്ലോ. അപ്പോൾ പഠിച്ചെന്തിനാണ്? ഈ വിശ്വാസം നമുക്ക് ഇല്ലാതാക്കാനാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ഇപ്പം നമ്മൾ അഖീദ പഠിക്കണത് നമുക്ക് ഈമാൻ ബില്ല പഠിച്ചാൽ പോലെ വെച്ചാൽ അല്ല, അതും പഠിക്കണം ഇതും പഠിക്കണം. കാരണം ഈ തെറ്റായ വിശ്വാസങ്ങൾ നമ്മിൽ വന്നുകൂടാതിരിക്കാനുള്ള ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് അത് പ്രത്യേകം പറയുന്നത്. വല്ലാഹു അഅലം. ഏതായിരുന്നാലും കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാറ്റാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.